കാലാകാലം നിൽക്കാൻ പിന്നെ ചോദിച്ചു വരില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكان سيدنا الإمام الجليل أحمد بن زين الحبشي رضي الله عنه. ഒരു ചിത്രങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കൂല എന്ന് പറഞ്ഞത്. യഖൂലു മിൻ ഹീനി സിഗരി വഅയ്യാമി സിബ, കുട്ടിയായ കാലം മുതൽക്ക് തന്നെ വനഹനു നതലഹഫു അലാ തലബിൽ ഇൽമി വൽ ഖൈർ, ഇൽമ് ഖൈർ മുതലായവ തേടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം. എന്തെങ്കിലും എവിടുന്ന കിട്ടുന്ന ഇങ്ങനെ ആഗ്രഹം വെച്ചിരിക്കുകയാണ്. വലാ നജിദുൽ മുഈന ഫീ ബലദിന, നമ്മുടെ നാട്ടിൽ അതിനെ സഹായിക്കാനോ പ്രോത്സാഹനം ചെയ്യാനോ ഒരാളുമില്ല. അവനെ പിരാന്തനാക്കാൻ ആളുണ്ടാവും. ഇൽമ പഠിക്കണം, ഇതീ കൂടി പട്ടിക്കാട്ട് ഒരു പട്ടിയായിട്ട് വേടാം. വലാമൻ യശ്ഫിൽ ഖലീൽ, നമ്മുടെ ദാഹം തീർക്കാനും ആളില്ല. വകാന മഅനാ തതല്ലുഉൻ വതവല്ലുഉൻ വതഅല്ലുഹുൻ ലിതലബി സിയാദത്തി മിനൽ ഖൈർ വഅഫ്ആലിൽ ബിർരി സിയമാ തലബുൽ ഇൽം. നമുക്ക് വൃത്തിനോട്ടം, വേണ്ടാതെ പൂണ്ടുപിടുത്തം, അതിനോട് വലിയ ആഗ്രഹം, ഇതിനെ ഖൈറിൽ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലും ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും, പ്രത്യേകിച്ച് ഇൽമിനെ തേടുന്ന വിഷയത്തിൽ. എന്നിട്ടോ വകാന യർഹലു ഫീ തലബിഹി, നാട്ടിലെ അതിന് സഹായിക്കുന്ന ആളില്ല. ഫീ തലബിഹിൽ അൽ ബുൽദാനിൽ ഖരീബത്തി മിൻഹു, ആ നാടുമായി അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എന്താക്കും, യാത്ര ചെയ്യും. മിസ്ർ, ശബാം, തരീസ്, സൈഹോൻ, ഇതെല്ലാം ഒരു പ്രത്യേക രാജ്യങ്ങളെ വരാറ് യമൻ ജമാഅത്തുള്ള. വയംശി ഇലൈഹ മിൻ ഗൈരി മർകൂബിൻ, വാഹനം കയറാതെ അവിടേക്ക് നടന്നു പോക്കായിരുന്നു ഈ ആഗ്രഹത്തിന്. ദക്കറഹു സയ്യിദുനാ ഐദ്റൂസ് ബിൻ ഉമർ ഫീ ഖിദിൽ യവാഖീദിൽ വിവരിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. വഫീഹി അയ്ളൻ, ഇനി അതിന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നൽ ഹബീബൽ ആരിഫ ബില്ലാഹി ഹസൻ ബിൻ സാലിഹിൻ അൽ ബഹർ, ഒരാളുടെ പേര് അതായിരുന്നത് അൽ സയ്യിദു ഷരീഫു അൽ ബദ്റു സാഹിറു ജബലു സുഹദി വൽ ഇബാദ, ഇബാദത്തിന്റെയും സുഹദിന്റെയും ജബലി. അൽ ഇമാമു തഖിയ്യു അൽ ആരിഫ ബില്ലാഹ് അൽ ഹസൻ ബിൻ സാലിഹ് അൽ ബഹർ അൽ ജുഫരി അൽ അലവി അൽ ഹുസൈനി. മൗലിദ് എപ്പോഴാണ്? 1191. അപ്പോൾ അടുത്ത കാലം സയ്യിദ് മുഹമ്മദ് ബുഖാരി തങ്ങൾക്ക് ശേഷം 1944 പറഞ്ഞ. വഫാത്തുഹു ബി ഖറിയത്തി ദീ അസ്ബയിലാണ് 1273. നമ്മുടെ തങ്ങളിപ്പോൾ വഫാത്തായിട്ട് പിന്നെയും 13 കൊല്ലം കഴിഞ്ഞ് വഫാത്താവും. അതാണ് മർക്കാദിയുടെ കാലായി. അഖദ അൻ കിബാരി റിജാലി അസ്രിഹി, ആ കാലഘട്ടത്തിലുള്ള വലിയ നേതാക്കന്മാരുടെ ഇൽമ പഠിച്ചു. വതഖറജ ബിഹിം, അവരിൽ കൂടിയാണ് മുബറന്താക്കി ഖാരിജായത്. കൽ ഇമാമി അഹ്മദ് ബിൻ ഉമർ ബിൻ സമീത്ത് വവാലിദിഹിൽ ഇമാം ഉമർ ബിൻ സൈൻ ബിൻ സമീത്ത് വസ്സയ്യിദുൽ ഇമാം ഉമർ ബിൻ സഖാഫ് അൽ ഹബീബ് ഹാമിദ് ബിൻ ഉമർ ഹാമിദ് വഅലവി വഗൈരിഹിം കസീറുൻ ബിതരീം ശിബാം സൈഉനലി. വകാന സാഹിബ ഫുതൂഹിൻ അളീമ. وأول ما قرأ وتعلم على يد الشيخ الصالح عبد الله بن سعد بن سمير അവരുടെ വക്കൽ നിന്ന് ആദ്യത്തെ വിദ്യാർത്ഥിയാണ്. ثم صار الفقيه المذكور, പിന്നെ ഈ ഫഖീഹായി മിൻ ഖവാസിഹി, അവരുടെ പ്രത്യേക ശിഷ്യന്മാരിൽ. وأفرده بترجمة اعتراف من بفضله وتقدم سماها قلادة النهر എന്നൊരു ചരിത്രം പറയുന്നൊരു കിതാബുണ്ട്. മഖ്തൂത്തത്താണ് ഉറപ്പിച്ചാ പറയുന്നത്. ആര്? അൽ ഹബീബ് അൽ ആരിഫ് ബില്ലാഹി ഹസൻ ബിൻ സാലിഹിൽ ബഹർ ചരിത്രം പറഞ്ഞത്. കാന യർതഹില തരീം, തരീമിലേക്ക് യാത്ര പോകും. ഇതിന് ലി തലബിൽ ഇൽമി, ഇൽമിൽ തൊടാൻ അവരും പോകും. വൽ മുഅല്ലിം അബ്ദുല്ലാഹ് ബിൻ സുമൈറും പോകും. അബ്ദുല്ലാഹ് ബിൻ സുമൈർ അശ്ശൈഖുൽ ഫഖീഹു അൽ മുഅല്ലിം അസ്സാലിഹു അബ്ദുല്ലാഹ് ബിൻ സഅദ് ബിൻ സുമൈർ. മൗലിദുഹു ബി ഖൽഇറാശ് സനത്ത് 1180. അപ്പോൾ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. വഫാത്തു 1266. അഖദ അൻ ഉലമാഇ അസ്ലിഹി വഫഖഹ ബി ഹദ്റമൗത്ത് വഹുവ വാലിദു ശൈഖ് സാലിം സാഹിബ് സഫീനത്തുൻ നജാത്ത് എന്ന കിതാബിൻ്റെ മുസന്നിഫാണ് സാലിം.
വേറെ വഫാത്തായത് തവ 1270. രണ്ടാളും പോയി. വയുഖീമാനി ഹുനാകൽ മുദ്ദത്ത ത്വീല, രണ്ടുപേരും അവിടെ ദീർഘകാലം താമസിച്ചു. വലം യകുൽ ലഹുമാ ത്വആം, അവർക്ക് ഭക്ഷണമില്ല, പട്ടിണി. ഇല്ലൽ യസീറ മിനത് തംരി, കുറഞ്ഞ കാരക്ക. ഖദാഅൻ വഅശാഅൻ, അതാണ് രാവിലത്തെ കത്തലും വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പോൾ മുജാഹദത്തിൽ അൻഫുസിഹിമാ, അവർ രണ്ടുപേരുടെ നഫ്സിനോട് മുജാഹദ ചെയ്തതാണ്. വഖ്തിദാഅൻ മിൻഹുമാ, അവർ രണ്ടുപേരും പിൻപറ്റിയതാണ്. ബിഹി സ്വലവാത്തുല്ലാഹി അലൈഹി വസലാമു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്തിദാ ചെയ്തതാണ്. ഇത് കാന അലൈഹിസ്സലാം യംനി അലൈഹി ശഹ്റു വശഹ്റാനി വലൈസ ലഹു തആമുൻ ഇല്ല തംറ വൽ മാ, ഹദീസിലുണ്ടല്ലോ. 2 മാസം 1 മാസം 2 മാസം കഴിയും, അവിടെ തആമുണ്ടായിരുന്നില്ല, തമ്റും മാവും അല്ലാതെ. ആയിഷ ബീവി പറഞ്ഞ നമ്മൾ ഓതിയിട്ടുണ്ടത് കറുത്ത 2 സാധനം. അപ്പം മാസം ഒതിപ്പ് 3 മാസം ഒതിച്ചത് കണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം അതേമാതിരിയുള്ള ജീവിതമായിരുന്നു. വക്കാനൽ ഹബീബ് ഹസനുൽ മദ്കൂർ, ഏതാ ഹസനി? ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞ ഹസനി ഏത്? അൽ ഹബീബ് അൽ ആരിഫ് ബിൽ ഹസൻ ബിൻ സാലിഹ് അൽ ബഹർ. അവരായിരുന്നു യഖറഉൽ 40 മറത്തൻ, 40 വട്ടം ഓതും ഈ സൂറത്ത് യാസീൻ. ഇവിടെ ഇന്ദ ദരീഹ് സയ്യിദിനാൽ അൽ ഫഖീഹുൽ മുഖദ്ദം, ഫഖീഹുൽ മുഖദ്ദമിൻ്റെ ആ ദരീഹുണ്ടല്ലോ, അവിടെ പോയിട്ട് എന്തിനാ? അല നിയ്യത്തെ അന്നല്ലാഹു യുസഹിഉ അലൈഹി മാരിഫത്തൽ ഇബാറ, ഇബാറത്തിൻ്റെ മാരിഫത്ത് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഫഖീഹുൽ മുഖദ്ദമിൻ്റെ റൗളയിൽ പോയിട്ട് എന്താക്കും? 40 യാസീനും. എന്താ ഫഖീഹുൽ മുഖദ്ദമില്ല അശ്ശൈഖുൽ ഫഖീഹ് എവിടെത്തിയ എത്ര നമ്പർ നോക്കറാ? 2. അൽ ഇമാമുൽ കബീർ ശൈഖു ശുയൂഖ് വമൻ തുൻസബു ഇലൈഹി തരീഖത്തു സാദത്തി ആലി അബി അലവി, അതിലേക്കാണ് നിസ്ബ. അൽ ഖുതുബ് മുഹമ്മദ് ബിൻ അലി ഇബ്നു മുഹമ്മദ് ബിൻ അലി സാഹിബ് മിർബാത്ത് അൽ മുലഖബ് ബിൽ ഫഖീഹുൽ മുഖദ്ദം എന്നാണ് അവർ സ്ഥാനപ്പേര്. 574 ജനിച്ചു, പിന്നെ 653 വഫാത്ത്. ആഹദു അക്കാബിൽ ഔലിയാവ്, ഔലിയാക്കളെ ബാലിയ നേതാവായിരുന്നു. വസുദൂറുൽ ഉലമ, ഉലമാക്കന്മാരുടെ സദറം. ഖബറുഹു ബി മഖ്ബറത്തി ബഷാർ ബി തരീം, അവരുടെ ഖബർ ബഷാറിലാണ്, തരീമിൽ. തിറിയാക്കുലിൽ ഖാസിദീൻ, അത് ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് അല്ല മുൻപേ മരുന്നാണ്. അപ്പം 40 യാസീൻ ഓതിയെന്ന് പറഞ്ഞു. وفي النهر المورود عن الحبيب عيدروس بن عمر الحبشي رضي الله عنه أن الحبيب الإمام عبد الله بن عمر بن يحيى رضي الله عنه, ഇത് സഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ലേ? ആരാണത്? അസ്സയ്യിദു ഷരീഫ് അൽ ആലിമുൽ ഫഖീഹുൽ മുഹഖഖ് മുഫ്തി ഹളറമൗത്ത് ഫി അസ്രിഹി, ഹളറമൗത്തിൽ അന്നത്തെ മുഫ്തിയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ യഹ്യൽ അലബിൽ ഹുസൈനി, മൗലിദുഹു ബി ഖറിയത്തിൽ മസീല ഖുർബ തരീം 1209. എല്ലാം അടുത്ത കാലമാണ്. വബിഹ വഫാത്തുഹു, അവിടെ തന്നെ മൂപ്പർ വഫാത്ത് 1265. കണ്ടാ? അപ്പം വളപട്ടണത്തുള്ള ഹഫീഫുദ്ദീൻ അബ്ദുല്ലാഹി യമനിയുടെ കാലം. വളപട്ടണത്ത് പോയ പൊക്കിലകത്ത് അബ്ദുല്ലാഹി ബിൻ ഹഫീഫുദ്ദീൻ യമനിയെ കാണും. മൂപ്പർ 1260 വന്നിട്ട് 1265 വഫാത്ത്. 5 കൊല്ലം വളപട്ടണത്തുണ്ടായിരുന്നു. മുഹമ്മദ് തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടത്തേക്ക് വന്നു കൊയിലണ്ടിയിൽ. കാന ഫഖീഹൻ ആലിമൻ മുഫ്തിയൻ, എല്ലാം ഇല്ലേ? ലഹു ഫതാവ, അവർക്കൊരു ഫതാവ കിതാബുണ്ട്. ജുമിഅത്ത് വതുബിഅത്ത് ബഅദ വഫാത്തിഹി. വകാന കസീറൽ അസ്ഫാരി വത്തിർഹാൽ, ധാരാളം സഫർ ചെയ്യുന്ന ആളായിരുന്നു. ദാഇയൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടും മുർസിദൻ വമുദക്കിറൻ, ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ട്. വജാബ കസീറൻ മിനൽ അഖ്താർ, നാടുകളിൽപ്പെട്ട പലതും അവർ ചുറ്റി നടന്നു. വഹുവൽ മഅറൂഫ് ഇൻദ അസ്ഹാബിൽ അസ്ബാത്തി വതറാജിം ബിസാഹിബിൽ ബഖറ എന്ന് ഉറപ്പിച്ച് പറയും ഈ തർജമ ചരിത്രം എഴുതുന്ന ആളുകൾക്ക്. വമിമ്മൻ അഖദ അൻഹു മിൻ ഉലമായി ശൈഖുൽ മുതഅഖിരീൻ അൽ അല്ലാമത്തുൽ മുസ്നദ് അഷ്ശൈഖ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ കസ്ബരി അൽ ഹഫീദ് അൽ മുതവഫ 1262 വഫാത്തായ മൂപ്പർ മോറ ശിഷ്യനാണ്. കണ്ടോ? പിന്നെ തബജ്ജദും രണ്ടാളും ഒരുമിച്ചുകൂടി കമാഹു മദ്കൂറും ഫി സബത്തിൽ കസ്ബരി,
കസുബരിയൻ്റെ സബത്തുണ്ടല്ലോ, ഹദീസ് മക്ക കടയിൽ നോട്ട് അതിൽ വമ്മാ ശുയൂഖുഹു ഫകസീറൂന, ശൈഖന്മാർ ധാരാളമുണ്ട്. അജല്ലുഹും ഖാലാഹുൽ ഇമാമാനി, രണ്ട് കാരണന്മാർ, ഒന്ന് താഹിദ്, രണ്ടാമത്തെ അബ്ദുള്ള. ആര് രണ്ടാൾ വരാ? ഹുസൈൻ ഇബ്നു താഹിറിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവർ ഉപ്പാപ്പിയായി, ഉമ്മാരെ ഭാഗത്തെ കൂടി ഉപ്പാപ്പിയായില്ലേ. വമ്മാ ബഖിയ്യത്തുഹും, ഇനി രണ്ടാളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ശൈഖന്മാരെ ഫതുള്ളറ ഫീ തർജമത്തി ഫീ ഇഖ്ദിൽ ജമാഅത്തിൽ അവർ തർജമ ആയിക്കോളെ. ഇവിടെ ഉള്ള കിതാബാണ്. ഉമർ ബിൻ ഹബീഷ് റളിയല്ലാഹു അൻഹു എഴുതിയാണ്. 1:127 130 വരെ ചരിത്രം നോക്കിക്കോളി. ആരും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഇനി ഒന്നും കിട്ടിയിട്ടില്ല. അവരെ പേര് പറഞ്ഞിട്ട് വർക്കത്തെടുത്തല്ല നമ്മൾ, ചെറിയ ആളല്ല. അതാ അവര് ലമ്മാക്കാന ലൈലത്തു സഫാഫിഹി അലാ സൗജത്തിഹി, ഭാര്യയിൽ വീട്ടിൽ കൂടുന്ന ദിവസം കല്യാണത്തിൻ്റെ. കാല ഖാലുഹു, ഓറ ഖാല് പറഞ്ഞ്, രണ്ട് ഖാലുണ്ടെന്ന് പറഞ്ഞില്ല. ഖാല് പറഞ്ഞാൽ ഹബീബ് അബ്ദുല്ലാഹ് ബിൻ ഹുസൈൻ ബിൻ താഹിർ പറഞ്ഞ് അന അഫ്അലു ലി അബ്ദുല്ല, ഞാൻ അബ്ദുല്ലാക്ക് എന്താക്കും ഒരു പണി കൊടുക്കും, ഇന്ന് മംഗലം മറന്നുകൂടും. കാരണം അവർ പറയുന്നു മാ യുൽഹിഹി അനിൽ അറൂസ്, മംഗലം മറക്കാനുള്ളൊരു പരിപാടി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ലാൻസ്മേ നേരം മുഴക്കോളം മംഗലം ഓർമ്മ ഉണ്ടാവില്ല. കാരണം വക്കാന ജഅലമു മിൻ ഹാലിൽ ഹബീബി അബ്ദുല്ലാഹി, അവരെ മജൂനാണല്ലോ, പങ്ങളമാനല്ലേ. അബ്ദുല്ലാഹിന്റെ അവസ്ഥയിൽ നിന്നറിയാം മഹബ്ബത്തഹുൽ അഖീദത്ത ലിൽ ഇൽമി, ഇൽമിനോടുള്ള അമിതമായ മഹബ്ബത്ത് കാരണോട് കണ്ടുവച്ചിട്ടുണ്ട്. ഖുസൂസൻ ലൗ റഅ കിതാബൻ ഗരീബൻ, ഒരു ഗരീബായ കിതാബ് കണ്ടാൽ ലാ യസ്ബിറു, പിന്നെ മൂപ്പർക്ക് ക്ഷമയില്ല. ഹത്താ യസ്തൗബിഹു ബിൽ മുതാല, മുതാല കൊണ്ട് പൂർത്തിയാക്കി വായിച്ചിട്ടല്ലാണ്ട് മൂപ്പർക്ക് ക്ഷമയില്ല, ബാക്കി കാര്യം പിന്നെ. അങ്ങനെ ഫവളഅലഹു കിതാബൻ ഗരീബൻ ഫീ മൗളിഇ മുറൂറിഹി, കല്യാണത്തിന് പോകുന്ന സമയത്ത് എന്താക്കി വെക്കിയൊരു കിതാബ് അഴിച്ചു കൊടുത്തു. ഫലമ്മാ റഅഹുൽ ഹബീബ്, അബ്ദുല്ലാഹി കണ്ടപ്പോൾ ഹമലഹ ഇങ്ങെടുത്ത്, വനദറ ഫീഹി, നോക്കി, വലം യുസാലി യുതാലിബ ഫീഹി ലസ്സബാഹി, നേരം വെളുക്കോളം മുതാലയത്തിൽ വനസേ സൗജത്ത, ഭാര്യനെ മറന്നു. ഇന്നത്തെ ഒത്തങ്ങനെയെന്ന് പറഞ്ഞിട്ടെ ഒന്നിക്ക് പൂർണ്ണമായ ഉറക്ക്. ഞാനൊരാളോട് ചോദിച്ച്, ഞാൻ നല്ലൊരു വിറ്റിളക്കിനല്ല നിങ്ങളെ പൊക്കത്ത് ചിരിച്ചനാന്ന് ചോദിച്ചു. ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ കേൾക്കാൻ നിന്ന് ഉസ്താദെ ഉറങ്ങാൻ കിട്ടുന്ന ചാൻസല്ലേ സബുക്ക് നടക്കുമ്പോൾ അവിടെ മൊബൈലും തുറന്നു വെച്ചിട്ട് എന്താക്കും, മൊബൈലും മുയലാർക്കി ഞാൻ ഉറക്കാം. അതിപ്പോൾ തോറ്റു, ഫോട്ടോ കിട്ടും പനിയും കിട്ടുമോ, ലാഷ്കാ ജലീസോ എന്നല്ലേ. അതാ വകാന യുഹ്ക അനി സയ്യിദ് അഹ്മദ് ബിൻ ഹുസൈനിൽ ഐദറൂസ് റളിയല്ലാഹു അൻഹു അലാ ഹുവ സയ്യിദു ശരീഫ് അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ അബ്ദുല്ലാഹിൽ ഐദറൂസ്, മുതവഫ 968 വഫാത്ത്. തർജമത്തു ഫി നൂറി സാഫിർ എന്ന കിതാബ് നോക്കിയാൽ മൂപ്പറ ചരിത്രം കിട്ടും. അവര് അന്നഹു ഖതബ ബിൻത അമ്മിഹി, അമ്മിന്റെ മോളെ പങ്കിട്ട് പറഞ്ഞു. ഫഅബാ അബൂഹ, അപ്പ ഉപ്പ വിസമ്മതിച്ച് അൻ തസ്വീജിഹ മിൻഹു, ഓർക്ക് കെട്ടിച്ചെടുക്കാൻ വിസമ്മതിച്ചു. ഫനദറ ലില്ലാഹി, അങ്ങനെ മൂപ്പർ നേർച്ചയാക്കി. എന്താ അന്നഹ ഇൻ തയസ്സറത് ലഹു അൻ യുതാലിഅ ശിഫാഅ കുല്ലഹു ഫീ ലൈലത്തിൻ വാഹിദ വഹി ലൈലത്തു സഫാഫിഹ വസ്സിറാജു ഫീ യദിഹ. കിതാബ് ഷിഫ ഉണ്ടല്ലോ, നമ്മളെ ഇവിടെ നോക്കിയ കിതാബ് ഷിഫ ഫീ താലിഫ് ഹുഖൂഖുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഗ്നിപത്തോർ വലിയ ആണ്ടായിട്ട് കഴിക്കുന്ന ആളാണ് ഷിഫാൻ്റെ ആണ്ട്. അവിടെ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കും, നെയ്പത്തിരി ഇട്ടിട്ട് വലിയ നെയ്ച്ചോറായിരിക്കില്ല അധികം ഉണ്ടാവില്ല, ഇറച്ചിയും പത്തിരി. ഷിഫാൻ്റെ ദ്വാരക്കല്ലേ, ഷിഫ എന്നാണ് ഷിഫ തന്നെയാണ് നമ്മുടെ നോറിയനത്. ഷിഫാൻ്റെ ചെറുണ്ടല്ലോ 4 നസീം മരിയാദ്. അവനെ ഒറ്റ രാത്രിയിൽ വീട്ടിൽ കൂടുന്ന ദിവസം അത് മുത്താലയ്യാനി എത്തരത്തിൽ വളക്ക് പെണ്ണുങ്ങളെ ഞോപ്പിക്കണം, അങ്ങനെ നിർച്ചട്ടി. സുമ്മ ഇന്നഹ താശരത്ത് ലഹു, അന്നാക്കി അമ്മിന്റെ മോളെ തന്നെ ഒത്തുകിട്ടി വിവാഹം. ഫലമ്മ സുഫത്ത് ഇലൈഹി, അങ്ങനെ നേർച്ച വിടണ്ടേ, അണിച്ചൊരുക്കിയപ്പോ തറഹ സിറാജ ഫീ യദിഹ, പെണ്ണുങ്ങളെ കൈ വിളക്ക് കൊടുത്ത് വജഅല യുതാലിഹു, ശിഫാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി. മിൻ അവ്വലിഹി ഹത്താ അതാ അലൈഹി കുല്ലഹു, മുഴുവൻ തീർത്ത്. വഹിയ മാസികത്തു സിറാജ്, പെണ്ണുങ്ങൾ വിളക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു.
ആ നേർച്ചക്കടവും കൂടി. وعن سيد الإمام الهمام أحمد بن عمر الهندواني رضي الله عنه السيد الشريف العبد الصالح الذاكر العالم العامل الحبيب أحمد بن عمر بن عقيل الهندوان باعلوي المتوفى بتريم 1122 വഫാത്ത്. من أكران الإمام الحداد رضي الله عنه കർണാണ്. മഷൂറായ ആളല്ലേ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഖുതുബുൽ ഇർഷാദ്. അവരെ വകാന മുനവ്വറൽ ഖൽബി, കൽബ് പ്രകാശിക്കപ്പെട്ട ആളാണ്. സലീമുസ് സദ്റാണ്, ലയ്യിനുൽ ജാനിബാണ്, ഹലീമൻ ദാഹിദൻ ദാക്കിറൻ. ഇനിയൊരു മനുഷ്യൻ എന്താ ഞാൻ നിയമിച്ചുവിടാൻ ബാക്കി? നുബുവത്തും റിസാലത്തും ഇല്ലാന്നേ ഉള്ളൂ. മനസ്സിലായില്ല? മുലാസിമൻ ലിൽ ഇഫാദ, ദർസ് നടത്തുന്നതിൽ മുലാസിമാണ്. ونفع الناس وإناسهم رحمه الله تعالى. മൂപ്പർ അരി അഹ്മദ് ബിൻ ഉമർ അൽ ഹിന്ദ്വാൻ റളിയല്ലാഹു അൻഹു قال كنت في صغري إذا أشكلت علي مسألة, എനിക്കൊരു മസ്അലക്ക് എന്തെങ്കിലും ഇഷ്കാൽ വന്നാൽ ലാ അനാമു, ഞാൻ ഉറങ്ങൂല ഹത്താ തത്തലിഹ ലി, അത് ചെയ്തിട്ടില്ലാണ്ട് ഉറങ്ങൂല. നോക്ക്, അങ്ങനെ തിരിഞ്ഞാലോ കാനദാലിക എൻ്റെ ഖൈറൻ മിന ദുനിയ, ദുനിയാവിലുള്ള സകലത്തിനേക്കാണ് ഖൈറാണ് ആ തിരിയലും കിട്ടലി. വകാനത്തി ശംഅതു കസീറൻ മാ തഹരികു റഅസി ഇൻദൽ മുതാലഅതി ബില്ലൈൽ, രാത്രി മുതാല ചെയ്യുന്ന അവസരത്തിൽ നിന്റെ തല കത്താറുണ്ട് അധികവും. രോഗങ്ങളിങ്ങനെ കത്തിപ്പോ വിളക്ക് നോക്കി അലിഫനാകായി. വലം അതിരി എന്തൽ മുത്താലഅത്തി ബി അശായി വലാ ബി ഗദായി, മുത്താല വന്നു കഴിഞ്ഞാൽ രാവിലെ കത്തലെടുക്കലാവട്ടെ വൈകുന്നേരത്തെ ചോറാവട്ടെ എല്ലാം മറന്നു നോക്കാം. ഉറുബമാക്കൽത്തു, ഞാൻ ചിലപ്പോൾ തിന്നുവേ, എന്നിട്ട് അപ്പം അക്കോറുള്ളി ഹരി പുരക്കാരോട് പറയും അത്ത് വയസ്സാകാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാവും, നിങ്ങൾ തിന്നേ തന്നെയാണ് എനിക്ക് ഉറങ്ങില്ല. ഉറുബമാലം ആക്കലുഹു, ചിലപ്പോൾ തിന്നിട്ടുണ്ടാവൂല. വാഹസിബ അന്നൈ അക്കൽത്തുഹു, ഞാൻ തിന്നെന്ന് വിചാരിക്കും. ഞാനങ്ങ് പൂണ്ട് പിടിച്ച കാരണത്തിന് വേണ്ടി നോക്കാം. കിതാബ് അതല്ലേ ഇബ്നു അശ്ശർ, എനിക്ക് 10 വയസ്സാണ്. ആ വക്കല്ല അല്ല, ഞാൻ കണക്ക് കുറവാണ്. എത്ര വയസ്സല്ല ഒതിൽ ഒതുങ്ങി തന്നെ 25 വയസ്സല്ലേ. വഗൈരി ദാലിക മിനൽ കുതുബിൽ മുതവ്വല, അതുപോലെ നീണ്ട കിതാബുകൾ. വഹഫിൽതു ഫി തുഹ്ഫത്തിന ബാബി സ്വലാത്ത്, തുഹ്ഫയിൽ നിന്ന് മനപ്പാഠമാക്കിയിട്ടുണ്ട് ബാബു സ്വലാത്ത് വരെയുള്ളത്. وكان سيدنا الحبيب أحمد بن عمر بن سميت نفعنا الله به ورضي الله عنه وحشرنا في زمرته آمين. كان الحبيب محمد بن زين بن سميت رضي الله عنه في أول أمره يأتي كل يوم بجزء من الحجاب. ഓരോ ദിവസം നിഹയന്റെ ഒരു ജുസ് ഓതി തീർക്കും. 4 ദിവസം കൊണ്ടെന്തായി നിഹയ ഫത്തം മതി. അപ്പോൾ അവർക്കും നിഹയിൽ ലൈഫൊന്നും കണ്ടിട്ടില്ല, ഉറങ്ങാൻ പഠിച്ചതല്ല കണ്ടുകഴിഞ്ഞു. وقرأ سيدنا الحسن بن عبد الله الحداد رضي الله عنه مواني വലിയ ഇമാമിന്റെ മോനെ ഹസൻ, അതാ السيد الشريف والبدر المنيف أحد العباد الزهاد الإمام الحسن ابن إمام عبد الله بن علوي الحداد العلوي الحسين التريمي رضي الله عنه. مولده بتريم 1099. അതായത് നമ്മളെ ഖുതുബുൽ ഇർഷാദ് ഹദ്ദാദ് തങ്ങളുടെ മകൻ. വബിഹ വഫാത്തുഹു സനത്ത് 1188 വഫാത്തായി. തലക്കൽ ഇൽമ അൻ വാലിദിഹി, ബാപ്പാന്റെ വക്കൽ നിന്നാണ് ഇൽമ പഠിച്ചത്. ഖുതുബുൽ ഇർഷാദ് ഹദ്ദാദ് തങ്ങളുടെ വക്കൽ. വശയൂഖി അസ്ദിഹി വകാന മുതകശ്ശിഫൻ സാഹിദൻ ഗൈറ ആബി ബിന്നാസ്, വളരെ ഞെരുക്കമായ ജീവിതം നയിക്കുന്ന ആളാണ്. തകശ്ശിഫ് എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനൊന്നുമില്ല, സാഹിദുമായിരുന്നു. ജനങ്ങളെ കൊണ്ട് പ്രത്യേക ഒരു പരിഗണന ഏൽപ്പിക്കൂല. ജനങ്ങൾ നല്ലത് വരട്ടെ ചീത്തവട്ടൊന്നും പറയില്ല. യുഹിബ്ബുൽ ഇൽമ വമുദാകറതഹു, അതിനെ വല്ലാതെ മഹബത്ത് വെക്കും. വമുതാലഅത്തിൽ ലിഹിയ, ഇഹിയ കിതാബ് മുതാല ചെയ്യാൻ മഹബത്ത് വെക്കും.
അഫ്റദഹു ബിതർജമത്തി ഹഫീദുഹു സയ്യിദ് അലവി ബിൻ അഹ്മദ് ബിൻ ഹസൻ എന്താക്കുന്നു ഓരോ പേരക്കുട്ടി. അതാ ഓരോ ചരിത്രം വേറെ വരും, പേരക്കുട്ടിന്റെ സംഭവം വേറെ വരും. അലാത്തിയത്തി തർജമത്തു ബിമുസന്നഫിൻ സമ്മാഹുൽ അൽ മവാഹിബ് വൽ മിനൻ ഫി മനാഖിബ് ജദ്ദി അൽ ഹസൻ എന്നുള്ള ഫി സലാസത്തി അജ്സാഇൻ 3 ജുസുകളുണ്ട്. വഹു മുഫീദുൻ ജിദ്ദൻ, അത് വളരെ ഫായിദുള്ള കിതാബാണ്. വഫീഹി തറാജിബു നഫീസത്തുൽ ലിസ്റത്തുൽ ഹദ്ദാദിയത്തി തരീമിയ്യ, ഹദ്ദാദ് കവിയിലുണ്ടല്ലോ, അതിന്റെ തർജ്ജമയിൽ വലിയ ഫായിദുള്ള കിതാബാണ്. എന്തൊക്കെ കിതാബ് ലോകത്തുണ്ട് അല്ലേ. ഏതായാലും വഖറഅ സയ്യിദുൽ ഹസൻ ബിൻ അബ്ദുല്ലാഹ് ഹദ്ദാദില്ലേ അൽ-ലിഹ്യായിന നഹവി സനതൈനി വസബഈന മറ 72 വട്ടം ഓതിനാണ്. ലിഹ്യാന വല്ലാതെ മുഹമ്മദ് വെച്ചെന്നല്ലോ പറഞ്ഞു, 72 വട്ടം. വകാന സയ്യിദുന ഉമർ ബിൻ ഹാമിദ് അലവി, അതാ അസ്സയ്യിദു ശരീഫ് അൽ ആലിമുർ റാസിഖുൽ ആബിദുസ് സാലിഹ് ഉമർ ബിൻ ഹാമിദ് ബിൻ അലവി, കണ്ടാ ഹാമിദ് ബിൻ ഹാമിദ് അൽ മുനഫ്ഫർ ബഅലവി ഹുസൈൻ തരീമി വലിദ ബി തരീം തൂഫിയ ബിഹാ 1154 വഫാത്തായി, അല്ലെങ്കിൽ 55. സഹിബൽ ഇമാം അൽ ഹദ്ദാദ്, ഹദ്ദാദ് ഇമാമിന്റെ സാഹിബാണ്. വലാസമഹു വഅശാറ അൽ അഖീറു ഇലാ അന്നഹു ഖലീഫത്തുഹു ബി തരീം, അതാ പിന്നീട് ഉമർ ഖലീഫയുമായി ബഅദ മൗതിഹി വഹുവ ജദ്ദു സാദത്തി ആലി ഹാമിദ് അൽ മുതവല്ലിന ഇമാമത മസ്ജിദ് ബഅലവി, മസ്ജിദ് ബഅലവിന്റെ ഇമാമത്തിന്റെ ആറാമത്തെ ജദ്ദുന്നേ ഉണ്ടല്ലോ, എത്രാമത്തെ ജദ്ദെന്ന് പറഞ്ഞില്ല. അപ്പൊ ഒന്നാമത്തെ ആയിരിക്കും. മൂപ്പർ യുതാലിയ ഖിറാഅതഹു അലൽ ഹബീബി അബ്ദുല്ലാഹ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അടുക്കൽ എന്താക്കും ഓർ മുതാല എത്ര 18 വട്ടം. والحبيب أحمد بن زيد الحبري 23 مرة 23 مرത്താണ് ഓതിയത്. وفي الشجرة العلوية أن من مقروءات السيد علوي بن أحمد الحداد رضي الله عنه هذا الإمام العلامة المتفنن الحبيب علوي ابن أحمد بن حسن ابن الإمام عبد الله. അതാണ് പേരക്കുട്ടി അടുത്ത ചരിത്രം പറയുന്നു പറഞ്ഞില്ലേ, ആ പേരക്കുട്ടി അബ്ദുല്ലാഹിബ്ൻ ഹദ്ദാദ് തങ്ങളുടെ മകന്റെ മകൻ ഹസന്റെ മകൻ അല അബീഹി ഉപ്പാന്റെ മേൽ ഓതി കേൾപ്പിച്ചു. തുഹഫത്തുൽ മുഹ്താജ് 3 മററാത്ത് 3 വട്ടം. ഫാദലൻ അൻ ഗൈരി ബാക്കി കിതാബിന്റെ എണ്ണം പറയാനില്ല. തുഹഫ എന്നൊക്കെ ഏറ്റവും വലിയ 10 വോള്യം ഉണ്ടല്ലോ. وكان الشيخ الإمام عيدروس بن عمر الحبشي رضي الله عنه يحكي عن الحبيب عمر بن زيد بن سميت رضي الله عنه തൊട്ട് ഹിക്കായത്ത് ചെയ്യും. എത്ര നമ്പർ 2. السيد الشريف العالم الزاهد الصالح العابد عمر بن زيد بن علوي بن عبد الرحمن بن سميت العلوي الحسين التريمي مولدا الشبابي وفاتا ولد بتريم سنة 1120 وتوفي بشباب 1207 വഫാത്തായി. എല്ലാം മൗലവി ബുഖാരി തങ്ങളുടെ കാലം. അദറക്കൽ ഇമാം അൽ ഹദ്ദാദ്, ഇമാം അൽ ഹദ്ദാദ് തങ്ങളെ ഒരു എത്തിച്ചിട്ടുണ്ട്. സഗീറൻ വഅഖദ അൻഹു അഖദൻ താമ്മൻ, അവരുടെ മക്കളിൽ നിന്ന് മുഴുവനും പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാ വഅകല മിൻഹു, അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. വമിൻ അഖ്ബാരിഹി ശൈഅൽ കസീർ, അവരുടെ ചരിത്രത്തിൽ നിന്ന് ധാരാളം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ثم تخرج بأخيه محمد بن زين وبالحبيب عمر بن حامد البعلوي والحبيب أحمد بن زين الحبشي وابنه جعفر والحبيب الحسن بن عبد الله الحداد وكان للملك وهاجر مع والده وأهل بيته, പിതാവിനോടൊപ്പം കുടുംബക്കാരുടെ ഇലാ ശബാം സനത്ത് 1135 ഹിജ്റ പോയി. വസ്തഖറൂ ബിഹാ, അവിടെ താമസമാക്കി. വനഫഅ അല്ലാഹു ബിഹി അഹ്ലഹൻ നഫ്അൽ അമീൻ, നാട്ടുകാർക്ക് വലിയ ഉപകാരം കിട്ടി. ജമഅ ബഅദ മവാഹിലിഹി വകലാമിഹി തിൽമീദുഹു ശൈഖുൽ ലദീബ് അബ്ദുല്ലാഹി ഇബ്നു അവൽ ബാദീൽ, അവരെ ബഅദുകളും കലാമെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വതർജമഹു വലി അഖീഹിൽ ഹബീബി മുഹമ്മദ്, അവർ ബിതർജമത്തി മുഖ്തസറ, ചെറിയ ചരിത്രം. വറഹു റിഹലത്തുൻ, അവർക്ക് യാത്ര ഉണ്ടായാൽ അംലഹ അഖബ ഹജ്ജത്തി
ഹജ്ജിഹി ആമ 1190 ഹജ്ജ് ചെയ്ത് തഖരീബൻ റഹ്മഹുല്ലാഹു തആല വനഫഅനാ ബിഹി ആമീൻ. അന്നഹു ലബിസ നഹവ 17 സന, ഏതാണ്ട് 17 കൊല്ലം കഴിച്ചു കൂട്ടി. ലാ യളഉ ലഹ്റഹു അലല്ലാഹു, ശരീരം ഭൂമിയിൽ വെക്കാറില്ല എന്ന് ഉറങ്ങാൻ വേണ്ടിച്ചു കേട്ടാ. വക്കാന മുദാവിമൻ അലൽ ഇൽമി ബിഖിറാഅത്തി കുതുബിഹി, ഇൽമിന്റെ മേലിലും കിതാബും പാരായണത്തിലും പതിവാക്കി. വക്കാന അക്സറു മൻ യഖറഉ ലഹുൽ കുതുബ ഇബ്നുഹു സയ്യിദുന അഹ്മദ് ബിൻ ഉമർ, മൂപ്പറ മകനുണ്ടല്ലോ അഹ്മദ് ബിൻ ഉമർ, അവരാണ് വായിച്ചു കൊടുക്കുന്നത്. വക്കാന ഇദാ റഅ അലൈഹി ശൈഅൻ മിൻ ആസാരിൻ നൗമി ഫിൽ ലൈലി, ഇങ്ങനെ വായിക്കുമ്പോൾ രാത്രി ഉറക്കത്തിന്റെ ആസാറ് കണ്ടാൽ യുഅ്തിഹി ശൈഅൻ മിനൽ ലൗസി വസ്സബീബ്, ബദവും മുന്തിരിങ്ങി കൊടുക്കും, കുറച്ച് തിന്നുന്നു. ഹലോ യസ്തസ്ബിഹു നുആസ്, എന്നാണ്ടാകും ഉറക്കില്ലല്ലോ. وكان سيدنا الإمام محمد بن حسن العطاس رضي الله عنه بلغنا أن الحبيب أحمد بن زين العبسي رضي الله عنهما كان لا ينام كل ليلة എല്ലാ രാത്രിയും ഉറങ്ങില്ല. ഹത്താ യമുറ അലാ 70 വറഖത മിൻ ശറഹുൽ മുഹദ്ദബ്, ശറഹുൽ മുഹദ്ദബിന്റെ 70 പേജ് വായിക്കാതെ. അതന്നെ ഫിൽ കിതാബിൽ കിബാർ, വലിയ പേജാണ്. നമ്മളിപ്പം പറഞ്ഞ പേജ് പറഞ്ഞാൽ അഫാറാന്ന് മുത്തവസ്സിത്താണ്. മിസ്കാത്തെല്ലാം വലുതല്ലേ, ഇതിലിപ്പോ എഫോറിലൊന്നുമില്ലല്ലേ, വലിയ പേജിൽ എത്ര 70. വക്കാനുൽ ഹബീബ് സഖാഫ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖാദി, സൈഹുൽ ഖാദി. യഖുദുൽ ഉബാബ, ഉബാബ് ഫിഖിന്റെ കിതാബ്. വഹു മുജല്ലദുൻ ലഖമുൻ, വലിയ കട്ടിയുള്ള മുജല്ലദാണ്, നീ നോക്കുന്നുണ്ടോ? വയജ്ലിസു ഫീ ദില്ലി ജിദാരി, ചുമരിന്റെ തണലിലിരിക്കും. അങ്ങനെ ഫയുത്തിൻമുഹു, അത് വായിച്ചു തീർക്കൽ കബല യഫീ അൽ ജിദാർ, ജിദാറിൽ നിന്ന് നെടലി തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ ഇങ്ങനെ ചുമരുണ്ടെങ്കിൽ കിഴക്കാണ് സൗകര്യമുണ്ടെങ്കിൽ ഇപ്പത്തെ അവരിങ്ങനെ എത്തിച്ച് ഇപ്പുറം നെടലി വീഴില്ല. ആ സമയം കൊണ്ട് വായിച്ചു തീർക്കും. അല്ല വർക്ക് ചെയ്യാൻ മുത്താരാന്നിട്ടോ മുത്താര ഉണ്ടല്ലോ, അത് ഒന്നാമത്തെ കൊടുക്കുന്ന ഈ കടി ഇതാണ്. ഖറാമത്തിന്റെ പല ഭാഗങ്ങളും പലതുമല്ലേ. വകാന ശൈഖു എത്ര വായിക്കണത്ര? السيد الشريف العلامة الفقيه القاضي ثقاف ابن محمد ابن عمر الصافي الثقاف العلوي الحسين سيئوني ولد بسيئون ونشأ بها അവിടെ ജനിച്ചത്. وبها توفي سنة 1195 വഫാത്ത്. له مناقب باهرة ومزايا فاخرة, വലിയ മഹത്വങ്ങളും മനാഖിബുമുണ്ട്. വഫദലും മശ്ഹൂർ, സകല ജനങ്ങളും അംഗീകരിക്കുന്ന ഫദലും അവർക്കുണ്ട്. അഫ്റദഹു ഇബ്നുഹു സയ്യിദ് ഹസൻ ബികിതാബിൻ ബിനാ ലമിനഹു തർജമത്തുഹു, ഒരു കിതാബ് മൂപ്പറ മകൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ട്. ആഖബ മിനൽ ബലദി ഖംസതൻ, 5 മക്കളുണ്ട്. 5 മക്കളുഹും നടമാർ, 5 മക്കളും അലിമാനുഹും ഹസൻ അൽ മദ്കൂർ, 2 ഉമർ, 3 അലവി, 4 മുഹമ്മദ്, 5 അബ്ദുറഹ്മാൻ. ഫീഹിം മൻ തമല്ലൽ ഖളാഅ, ഖളാഇന്റെ ഉത്തരവാദിത്തമുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. വകം ഫീ ദുർരിയത്തിഹി മിനൽ അകാബിർ, അവരുടെ മക്കളെ സന്താന പരമ്പരകളിൽ എത്ര അകാബിര്യങ്ങളാണെന്ന് കയ്യും കണക്കുമില്ല. അല്ലാഹു ബർക്കത്ത് കൊടുത്തത്. അവരാണ് എന്താക്കല്? ഉബാബ് ഫിഖിന്റെ കിതാബ് അത്. وكان الشيخ عمر المهلار رضي الله عنه ആയിരുന്നു يحفظ المنهاج, മിൻഹാജിനെ മനഃപ്പാഠമാക്കുന്നവരായിരുന്നു. അതാ ഉമറുൽ മിഹ്ലാർ ഹുവ സയ്യിദുന الإمام المغوار المغمور بالأنوار القوام بالأسحار. ഓരോ സ്ഥാനപ്പേരുണ്ട്. നൂറിൽ മുങ്ങിത്തെളിഞ്ഞ ആള്, പാതിരാ സമയത്ത് എണീസ്കരിക്കുന്ന ആള്. അസ്സയ്യിദു ഷരീഫ് ശൈഖു ശുയൂഖ് അസ്രി, ആ കാലഘട്ടത്തിലുള്ള ശൈഖന്മാരുടെ ശൈഖ്. വാഷഹുർ മസാഹിരി മിസ്രി, ആ നാട്ടിലുള്ള പ്രസിദ്ധരായ ആളുകൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധർ ഉമറുൽ മിഹ്ലാർ ഇബ്നു ശൈഖ് അൽ ഇമാം അബ്ദുറഹ്മാൻ അസ്-സഖാഫി അൽ-അലവി അൽ-ഹുസൈനി അൽ-തരീമി വലിദ ബിതരീം വബിഹാ തൂഫിയ സാജിദൻ ഫീ സ്വലാത്തിൽ ളുഹൂർ. ളുഹൂർ നമസ്കാരത്തെ സുജൂദിലാണ് വഫാത്തായത്.
കേട്ടോ. ഫി സാലിസ് മിൻ ദിൽഖഅദ 833 ഹിജ്റ. കുറച്ച് പയ്യാണ്. ലഹു മനാഖിബുൻ അദീമ വമസായ ഫഖീമ യഅരിഫുഹാ മൻ ത്വാലഅഹാ അബ്ദുൽ വക്കീൽ ഫിൽ ഗുറർ വൽ മശ്റഅ വഗൈരിഹിമാ മിൻ കുതുബി തറാജിം നഫഅന അല്ലാഹു ബിഹി ആമീൻ. അവർ മിൻഹാജ് മനപ്പാടമാക്കി. വകാനൂ യഖറഊനൽ മുഹദ്ദബ മുദാറസതൻ. മുഹദ്ദബ് ഏതാണ്? അബൂ ഷാഖി ശിറാസി മുഹദ്ദബ് ഉണ്ടാക്കി. ഇമാം നവവി തങ്ങളെയും അജ്മഅ എന്ന ശറഹ് എഴുതി 20 വോള്യം. അത് മുദാറസ. എന്നിട്ട് അതെങ്ങനെയാ? 40 ജുസ് 40 ഭാഗാക്കും. 40 ഭാഗി ഫയഖറഊന കുല്ല യൗമിൻ ജുസ്അൻ. ഓരോ ദിവസം ഓരോ ജപം 40 ദിവസം കൊണ്ട് മുഹദ്ദബ് അങ്ങ് തീർക്കും. നമ്മിപ്പോൾ എന്താക്കും? ഒരു കൊല്ലത്തേക്കുള്ള റമദാൻ വരെയുള്ളത് എത്ര പാഠം വരുമെന്ന് വകை വീഴ്ചിട്ട് പേജ് എണ്ണീട്ട് അവിടെ വെക്കില്ല. അതുകൊണ്ട് ആ കറക്റ്റിന് അങ്ങ് തീരുന്നു. ഒന്ന് മുടങ്ങി എന്താക്കും? 2 മാസം ആടം മുടങ്ങിയപ്പോൾ ഇവിടെ എന്തെല്ലാം ഈ ദുൽഖഅദും ദുൽഹജ്ജും 2 മാസം പൂർത്തിയാക്കുമ്പോഴേക്കെന്ന് വെച്ചാൽ ശനിയാഴ്ച നമുക്ക് പരിപാടി കഴിഞ്ഞു. وقال سيدنا الإمام محمد بن عمرو بن سميط رضي الله عنه إن سيدنا أحمد بن زين الحبشي رضي الله عنه من المستهترين بذكر الله. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് പൂർണ്ണമായി ലയിച്ചു ചേർന്നവരായിരുന്നു. അൽ മുസ്തഗ്രിഖ് ഫീഹി എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്തഹ്തിരീൻ വൽ മുക്സിറു മിൻ ഇക്സാറൻ ശദീദാൻ, ധാരാളമായി വർദ്ധിപ്പിക്കും ദിക്ർ. അത് ഇച്ചിരി 2000 പയ്യ പറയും. അങ്ങ് ഒരു ദിവസം 1000 നിൽക്കിച്ചാണ്ട് 300 സ്റ്റിച്ചാണ്ട് ഓരോ ദിവസം രാവിലെ ഖത്തം രാത്രി ഖത്തം മോദിയാലുണ്ട് എല്ലാം പറഞ്ഞു. ഇതെങ്ങനെ? അത് കറാമത്ത്. കറാമത്ത് അമ്രുൻ ഖാരിഖുൽ ലിൽ ആദത്തിന. ആദത്തിനുള്ള ഖിയാസാക്കിയാലാവൂല. അവൻ ചോദിക്കുമല്ലോ, വെള്ളം വെള്ളം വന്നിട്ടില്ലേ? ഒരു സായ ഭക്ഷണം കൊണ്ട് 1500 ആളെ ഭക്ഷിച്ചില്ലേ? അതൊക്കെ ഏതാണ്? ഖാരിഖുൽ ആദത്ത്. വഖദ് യത്തഫിഖു മജ്ലിസുൻ വാഹിദുൻ, ഒരൊറ്റ മജ്ലിസ് ഉണ്ടാകും. മിന ശർഖി ഇല സുഖൂർ മിൻ ഖിറാഅത്തിൽ കുതുബ്. ശർഖ് മുതൽ വൈകുന്നേരം വരെ എന്താക്കും? ഖിറാഅത്തുൽ കുതുബ് ഉണ്ടാവും. അവിടക്ക് നിൽക്കിരിക്കണ്ടേ? നിൽക്കിരിക്കുമെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മിക്കവാറും ആവശ്യമുള്ള കരിക്കത്തില്ലല്ലോ. അത് നിസ്കാരം ഒന്നിനും മുടക്കല്ല. നമ്മൾ കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലോ. മടി കാട്ടിയാൽ പറ്റൂലേ? ഇതിലെന്താ പറയാൻ പോകുന്നത്? ഫിൽ ഹസ്സി അലാ മുജാലസത്തിൽ ഉലമായി വസ്സാലിഹീന വഇക്റാമിഹിം. ഉലമാക്കന്മാരുടെ മജ്ലിസ്, സാലിഹീങ്ങളുടെ മജ്ലിസിൽ എന്താക്കണം? ഒരുമിച്ച് കൂടണം. അവർക്ക് നല്ല ആദരവും കൊടുക്കണം. അൽ അവ്വൽ ഫിൽ ഹസ്സി അലാ ഹുദൂരി മജാലിസിൽ ഉലമാ ആണ് ഒന്നാമത്തെ വാദം. ഫസ്ലി. 2 ഫിൽ ഹസ്സി അലാ മുജാലസത്തിൽ ഔലിയായ സുഹബത്തിൽ അഖ്യാറാണ് രണ്ടാമത്തെ വാദം. പിന്നെ വഫിൽ ഹസ്സി അലൽ അദബി മഅൽ ഉലമായി വൽ ഔലിയായ തഅലീമിഹിം. അവരോട് എന്താക്കണം? ഉലമായിനോടും അദബ് പോകണം, അവർ തഅലീമാക്കണം എന്നതാണ്. റാബിഅത ഫി തഹദീർ മിനൽ ഇൻകാരിൽ ഔലിയ വസ്സാലിഹീൻ. ഔലിയാക്കളെ സാലിഹീങ്ങളെ ഇൻകാറാക്കാൻ പോകണ്ട എന്നത് തലക്കടം. അറിയുന്നില്ലെങ്കിൽ മുണ്ടാതിരുന്നോളാം. അൽ ഫസ്ലുൽ അവ്വൽ ഫിൽ ഹസ്സി അലാ ഹുദൂരി മജാലിസിൽ ഉലമാ. ഉലമാക്കന്മാരുടെ മജ്ലിസിൽ ഹാജരാകണമെന്ന് പ്രേരിപ്പിക്കുന്ന ഹദീസുകളും ആയാത്തുകളും പറയും. മറ്റേ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ عن يحيى بن أبي كثير رحمه الله في قوله تعالى واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه. അൽക്കാഫിലില്ലേ? തങ്ങളെ നഫ്സിനെ തടഞ്ഞിട്ട് കൊള്ളണം. ആരോടൊപ്പം? രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അസ്ഹാബിമാരുണ്ട്. അവിടെ തങ്ങൾ ക്ഷമിച്ചടിക്കണം എന്നാണ്. അതല്ലേ? ഖാല യഹ്യ ബിൻ അബീ കസീർ പറയുന്നു. ഏതാ മജലിസ്? മജാലിസുൽ ഫിഖ്. ഏത് ഫിഖ്? അഖീദന്റെയും താരീഖിന്റെയും മുക്കാബിലയും പറയുന്ന ഫിഖ് അല്ലാതെ അക്കാഡമികൾ വയ്യുണ്ടാക്കിയതാണ്. ദീനിലുള്ള എന്തെങ്കിലും അതെല്ലാം ഫിഖ്. അവിടെ എന്താക്കണം? നഫ്സിനെ തടഞ്ഞിട്ടു എന്നാണ്. പല തിരക്കുണ്ടാവും. ആയിക്കോട്ടെ. وعن عبد الله بن عمرو رضي الله عنهما
അംറൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ, പള്ളിയിലേക്ക് വന്നു. ഫറഅ മജ്ലിസൻ, പള്ളി രണ്ട് മജ്ലിസ് കണ്ടു. അഹദുൽ മജ്ലിസൈൻ, രണ്ട് മജ്ലിസിൽപ്പെട്ട ഒന്ന്, യദ്ഊനല്ലാഹ വയർഗബൂന ഇലൈഹി, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അവർ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നു. വൽ ആഖറു, രണ്ടാമത്തെ മജ്ലിസ്, യതഅല്ലമൂനൽ ഫിഖ്ഹ വയുഅല്ലിമൂൻ, ഫിഖ്ഹിനെ പഠിപ്പിക്കുന്നു, പഠിക്കുകയും ചെയ്യുന്നു. അതല്ലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലൽ മജ്ലിസൈനി അലാ ഖൈർ, രണ്ട് മജ്ലിസും ഖൈറിന്റെ മേലാണ്. അഹദുഹുമാ അഫ്ദൽ, പക്ഷെ രണ്ടും ഒരുപോലെ അല്ല, ഒന്ന് മറ്റേതിനേക്കാൾ ശ്രേഷ്ഠത കൂടിയതാണ്. അമ്മാ ഹൗലായി, ആദ്യത്തെ കൂട്ടർ, അള്ളാഹുവിനെക്കുള്ള ദുആ ചെയ്യുന്നു, അവരാഗ്രഹം അള്ളാഹിലേക്ക് സമർപ്പിക്കുന്നു. അള്ളാഹു താല ഉദ്ദേശിച്ചാൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളത് ഒന്നാമത്തെ മജ്ലിസ്. വഅമ്മാ ഹൗലായി, ഇത് രണ്ടാമത്തത്, പഠിക്കുന്നു, ജാഹിലിങ്ങൾക്ക് പഠിപ്പിക്കുന്നു കേട്ടോ. വഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്ന മുഅല്ലിമായിട്ട് മാത്രമാണ് അല്ലാഹു തആല അയച്ചത്. വഹൗലായി അഫ്ളലു, രണ്ടിൽ നിന്ന് അഫ്ളലാരി രണ്ടാം മജ്ലിസാണെന്നിട്ട് ഫഅതാഹു മതാ ജലസ മഅഹും, ആ കൂട്ടത്തിൽ എന്തായി തങ്ങൾ പോയിരുന്നു. ഇതിനെതിരായിട്ട് പറഞ്ഞു ദിക്കുന്ന മജ്ലിസ് അഫ്ളല് അയാളെ വാദത്തിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് എന്ന് പറഞ്ഞല്ലോ, അത് പഠിപ്പിക്കുമ്പോൾ ചില തെറ്റെല്ലാം പറ്റുമ്പോൾ തിരുത്താൻ വേണ്ടി എന്നെയാന്ന് ഫളലുണ്ടായിട്ടില്ല. അങ്ങനെയും വളച്ചൊടിക്കുന്ന കൂട്ടരുണ്ട്. ഇവിടെ പറഞ്ഞത് ഹാവലായി അഫ്ളലു എന്ന് പറഞ്ഞല്ലോ, തങ്ങളുടെ മയ്യത്ത് കൊണ്ട് ഫളല് കിട്ടിയത് ഏതാ? അതിന് കാരണം പറയുന്നത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് ആയിപ്പോ ഞാൻ തിരുത്താൻ വേണ്ടിയിരുന്നു. അങ്ങനെ ധരിക്കത്താറുണ്ട്. അല്ല, കുടുംബസ്ഥ അത് ഭയങ്കരമായിട്ട് എതിർത്തേ. وعن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال إذا مررتم برياض الجنة فارتعوا, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ കൂടി നിങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ മേയണം കേട്ടോ എന്ന് പറഞ്ഞു. ഖാലൂ യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്നത്തി, സ്വർഗത്തിന്റെ തോട്ടം ഏതാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല ഹിലകുൽ ദിക്രി, ദിക്റിന്റെ ഹലക്കാണ് തിരുമതി അല്ലേ. വഅൻഹു അയ്ളൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ആരതൊട്ട്? അനസ് ഇബ്നു മാലിക്. മർഫൂഅൻ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. ഇവിടെ തങ്ങൾ പറഞ്ഞില്ല, തങ്ങളെ പേര് പറഞ്ഞിട്ടില്ല. ഇന്നലില്ലാഹി സയ്യാറത്തൻ, അത് അനസ് ഇബ്നു മാലിക് തങ്ങളെ ഖൗലല്ല, മർഫൂഅൻ. ഇന്നലില്ലാഹി സയ്യാറത്തൻ മിനൽ മലായിക, മലായികത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചുറ്റി സഞ്ചരിക്കുന്ന കുറെ മലായികത്തുണ്ട്. യത്ലുബൂന ഹിലകൽ ദിക്രി, ദിക്റിന്റെ മജ്ലിസുകൾ അവർ തേടിപ്പിടിക്കുകയാണ്. അപ്പൊ ഇൽമായിട്ടില്ലല്ലോ എന്നല്ലേ നോക്കാം. ഫഇദാ അതൗ അലൈഹിം, ആ മജ്ലിസിലേക്ക് മലക്കുകൾ എത്തിക്കഴിഞ്ഞാൽ ഹഖൂ ബിഹിം, അവരെ കൊണ്ടങ്ങോട്ട് പൊതിയും. വഅൻ അതാഇൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഹിലകുൽ ദിക്രി, ഈ ഹദീസിൽ പറയപ്പെട്ട ഹിലകുൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ മജാലിസുൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന മജ്ലിസാകുന്നു. അപ്പോ ദിക്ർ ചൊല്ലുന്ന മജ്ലിസല്ല, അല്ല പിന്നെ ബാബുവിന്റെ ഒക്കൂലല്ല. അപ്പൊ തഅരിഫു കൈഫ തശ്തരി വതബിഉ, എങ്ങനെയാണ് വിൽക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, വതുസല്ലി, എങ്ങനെ നമസ്കരിക്കണം, വതസൂമു, എങ്ങനെ നോമ്പ് നോക്കണം, വതഹജ്ജു, എങ്ങനെ ഹജ്ജ് ചെയ്യണം, വതൻകിഹു, എങ്ങനെയാണ് നിക്കാഹ്, എങ്ങനെയാണ് തലാഖ്, വഅശ്യാഉ ദാലിക് വഅസ്ബാഹു ദാലിക്, അങ്ങനെ പലതും പഠിപ്പിക്കപ്പെടുന്ന ഫിഖ്ഹിന്റെ മജ്ലിസ്. അപ്പൊ ഫിഖ്ഹിന്റെ മജ്ലിസ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അഖീദന്റെ മജ്ലിസ് എന്തായിരിക്കും? എന്തുകൊണ്ട്? ഫിഖ്ഹിന്റെ മജ്ലിസിന്റെ മൗദൂ എന്താണ്? മുകല്ലഫിന്റെ ഫീലിന്റെ ഹുക്മാണ്. മറ്റേത് അല്ലാഹുവിന്റെ ദാത്തും സിഫാത്തും അഫ്ആലുകളും. അപ്പം വിഷയം മാറി, അത് അസ്ലാണ്, ഇത് ഫർആണ്. وعن أبي واقد الليثي رضي الله عنه أن رسول الله صلى الله عليه وسلم بينما هو جالس في المسجد, ഹഫൂബിഹിം അല്ലേ? രണ്ട്. അൽ ഇമാമു താബിഇയ്യു അൽ ജലീലു മുഫ്തിൽ ഹറം അബൂ മുഹമ്മദ് അതാ ബിൻ അബി റബാഹിൽ ഖുറശി,
നമ്മളിവിടുന്ന് അവരുടെ ചരിത്രം ഓതിയിട്ടുണ്ട്. താബിന് അബി റഹബാഹിന്റെ മൗലാഹുമുൽ മക്കി വഫാത്തപ്പ 114 അദ്റക മിഅത്തൈനി മിന സുഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ നിന്ന് 200 ആളുകളെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം വലിയ താബിയായി. ഖാല മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു പറയുന്നു വഖദ് ഇജ്തമഅ അലൈഹി നാസ്. എപ്പോഴാണ് പറഞ്ഞത്? ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അലൈക്കും ബി അത്താ, നിങ്ങൾ അത്തായിനെ മൃഗ പിടിച്ചു കാണിച്ചു കൊടുത്തിട്ട് ഹുവ വല്ലാഹി ഖൈറുൽ ലക്കും മിന്നി, അന്നാക്കാണ് ഖൈറാന്ന് പറയുന്നു. ഇവരാണെങ്കിൽ അഹ്ലു ബൈത്തിൽ ഇമാമാണ് മുഹമ്മദുൽ ബാഖിർ. എന്നാക്കാണ് ഖൈറായ ആളാണ് ഓർ, അതുകൊണ്ട് നിങ്ങൾ ഓർത്തന്നെ പിടിച്ചോളൂ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ഹുവ ജാലിസൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഇരിക്കുമ്പോൾ വന്നാസു മഅഹു, കൂടെ കുറേ ആളുകളുമുണ്ട്. ഇദാ ഖബല സലാസതു നഫരിൻ, 3 ആളുകൾ അവിടെ എത്തി. ഫഖബല ഇസ്നാനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് 2 ആൾ ഇങ്ങോട്ട് വന്ന് വദഹബ വാഹിദ്, ഒരാൾ പോയി കളഞ്ഞു. ഖാല, ആ റാവി പറയുന്നു ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കൽ വന്നിട്ട് നിന്ന് കേടാ. ഫഅമ്മാ അഹദുഹുമാ, അതിൽപ്പെട്ട ഒരാൾ ഫറഅ ഫുറുജതൻ, ഒരു ഒഴിവ് സ്ഥലം കണ്ട് ഫിൽ ഹൽഖത്തി, ആ മജ്ലിസിൽ. ഫജലസ ഫീഹാ, അങ്ങനെ അവിടെ ഇരുന്നു. വഅമ്മൽ ആഖറു, മറ്റേയാൾ ഫജലസ ഖൽഫഹും, പിന്നിലും ഇരുന്നു. ഒരാൾ പോയില്ലേ? ആ. വഅമ്മ സാലിസു, മൂന്നാമത്തെ ഒരാളിന് ഫദമറദാഹിമൻ, അയാൾ മടങ്ങിപ്പോയി. ഫലമ്മാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വിരമിച്ചു. ഖാല, പറഞ്ഞു അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ, 3 ആളുകളെ പറ്റിയുള്ള വിവരം ഞാൻ പറഞ്ഞു തരട്ടെ. അമ്മാ അഹദുഹും, ഒരാൾ ഫആവ ഇലല്ലാഹി, അല്ലാഹനെ കൊള്ളയാൾ അണഞ്ഞു വന്നപ്പോൾ ഫആവഹുല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിനും അഭയം കൊടുത്തു. അപ്പൊ സീറ്റിലിരുന്ന ആള്. വഅമ്മൽ ആഖറു, മറ്റേയാൾ ഫസ്തഹയ്യ മിനല്ലാഹ്, ഇത്ര നല്ല മജ്ലിസും വിട്ട് എങ്ങനെയാ പോകുകയെന്നുണ്ട്. എന്നിപ്പം ഫസ്തഹയ്യല്ലാഹു മിന്നു, അദ്ദേഹത്തിനെ എങ്ങനെ സ്വീകരിക്കാതിരിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചു. വഅമ്മൽ ആഖറു, പോയാളില്ലേ, ഫഅറദനില്ല, അല്ലാഹനെ കൈവടിഞ്ഞപ്പോൾ ഫഅറദല്ലാഹു അൻഹു, അല്ലാഹു തആല അയാളെ കൈവടിഞ്ഞു. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن لقمان الحكيم عليه السلام, لقمان الحكيم صديق حكيم മുഅമ്മർ, വളരെ ദീർഘായുസ്സുള്ള ആളായിരുന്നു, ഹക്കീമായിരുന്നു, സിദ്ദീഖിന്റെ പദവി എത്തിയവരാണ്. ഖുർആനിലുണ്ട് ആ പേര് ലുഖ്മാനുൽ ഹക്കീം. കാന ഫീ സമാനി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ കാലത്താണ്. ഖീല ഇബ്നു ഉഖ്തു അയ്യൂബ് അലൈഹിസ്സലാമിന്റെ മരുവനാന്ന് പറഞ്ഞു. ഏത് മരുവന്? പുയ്യാപ്പള മരുവനല്ല, പങ്ങള മോൻ, പങ്ങളുട്ടിയതാണ്. മറ്റൊരു മറുവണ്ണാണ്. റുവിയത് അൻഹുൽ കസീറു മിനൽ ഹിക്മി വൽ വസായ, ഹിക്മത്തുകളാലും വസിയ്യത്തുകളാലും ധാരാളം അവരെ തൊട്ടുണ്ട് റിവായത്തുണ്ട്, ഖുർആനിലുണ്ടല്ല. വലില്ലല്ലാമത്തുൽ ഹബീബ് അലി ഇബ്നു ഹസൻ അൽ അത്താസ് ലുഖ്മാനുൽ ഹകീം വഹിക്മുഹു എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെയുണ്ട്, മത്ബൂഅ്, അത് പ്രിന്റിട്ടാണ്. ഏതായിക്കട്ടെ. ഖാല ലിബ്നിഹി, മകനോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, അലൈക ബി മുജാലസത്തിൽ ഉലമാ, അൽ ഉലമാഇന്റെ മജ്ലിസിൽ നീ മുറുകെ പിടിക്കണം. വസ്മഅ കലാമൽ ഹുകമാ, ഹുകമാക്കളെ കലാം നീ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് ഫഇന്നല്ലാഹ ലാ യുഹ്യിൽ ഖൽബൽ മയ്യിത, മരിച്ചുപോയ കൽബുകളെ അല്ലാഹു തആല ഹയാതാക്കും ബിനൂരിൽ ഹിക്മതി, ഹിക്മത്തിന്റെ നൂറ് കൊണ്ട് എന്താക്കും? കൽബിനെ ഹയാത്താക്കും. ഇതുപോലെ കമാ യുഹ്യിൽ അർളൽ മൈതത ബിവാബിലിൽ ഖത്ർ, നല്ല മഴ പെയ്യുമ്പോൾ ഭൂമി, തരിശുഭൂമി എന്താക്കും? ഹയാത്താകുന്നതാണല്ലേ എന്നതുപോലെയാണ്. وقال سهل بن عبد الله التستري رضي الله عنه يقول من أراد أن ينظر إلى مجالس الأنبياء, അംബിയ മുർസലീങ്ങളുടെ മജ്ലിസ് കാണാൻ ആഗ്രഹമുള്ളവര് ഫൽയൻദുർ ഇലാ മജാലിസിൽ ഉലമാ, അൽ ഉലമാഇന്റെ മജ്ലിസ് കൊള്ള നോക്കട്ടെ. അതുകൊണ്ട് അവരെ നായിബികളാണ് ഫഹും ഖുലഫാഉർ റുസുലി ഫീ ഉമ്മമിഹിം, ഉമ്മത്തിൽ മുർസലീങ്ങളുടെ ഖലീഫമാരാണ് ആര്? അൽ ഉലമാ. വവാരിസുഹും ഫീ ഇൽമിഹിം, ഇൽമിന്റെ വിഷയത്തിൽ അവരുടെ വാരിസ്യങ്ങളുമാണ്. അതുകൊണ്ട് മജാലിസുഹും മജാലിസു ഖിലാഫത്തിൻ നബുവ്വ,
നുബുവ്വത്തിന്റെ ഖിലാഫത്തിന്റെ മജ്ലിസാണ് ആര മജ്ലിസ്? ഉലമാഇന്റെ മജ്ലിസ്. وعن ابن مسعود رضي الله عنه قال المتقون سادة والفقهاء قادة ومجالستهم زيادة എന്ന് പറഞ്ഞു. മുത്തഖീങ്ങൾ നേതാക്കന്മാരാണ്, സാദാത്യങ്ങൾ വൽ ഫുഖഹാവോ ഖാദത്തുൻ അവർ നയിക്കുന്നവരാണ്. ഖായിദ് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കുന്നതാക്കാൻ ഖായിദ് എന്ന് പറയും. വേഗം തെളിക്കുന്നതാക്കാൻ എന്താ പറയും? സായിഖ് എന്ന് പറയും. അവരുടെ മുജാലസ എന്നുള്ളത് സിയാദത്താണ്, അള്ളാഹുവിന്റെ നിഅമത്തിനെയും ഇൽമിനെയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സിയാദത്താണ്. وعن ابن عمر رضي الله عنهما قال مجلس فقه خير من عبادة 60 سنة. ഇൽമിന്റെ മജ്ലിസ് 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാണ് ഖൈറാകുന്നു. وعن عمر بن الخطاب رضي الله عنه إن الرجل لا يخرج من منزله. ഒരു റജുല് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. വഅലൈഹി മിനദ് ദുനൂബ്, ഇത്തരത്തിൽ അവന്റെ മേൽ ദോഷങ്ങളുണ്ട്. മിസ്ലു ജിബാലി തിഹാമ, തിഹാമയിലുള്ള പർവ്വതങ്ങളെ വലിപ്പത്തിലുള്ള ദോഷങ്ങളുണ്ട്. പോകുമ്പോൾ എല്ലാം ഇവയ്ച്ചാ പോകും. ഫഇദാ സമിഅൽ ആലിമ, ആലിമിനെ കേട്ട് പറയുന്ന കേട്ടപ്പോൾ ഖാഫ, അയാൾക്കൊരു പേടിയായി. ഓ ഞാനിങ്ങനെ ഇപ്പല്ല. വസ്തർജഅ ദുനൂബി, ദോഷത്തിനെ തൊട്ട് അയാൾ മടങ്ങാൻ തീരുമാനിച്ചു. വൻസറഫ ഇലാ മൻസിലിഹി, അദ്ദേഹത്തിന്റെ മൻസിലിലേക്ക് തിരിച്ചു പോകുന്നത്. വമാ അലൈഹി ദുനൂബ്, ഒരു തരത്തിലുള്ള ദോഷങ്ങളും അദ്ദേഹത്തിന്റെ മേലെ ഇല്ലാതെയാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഫലാ തുഫാരിഖൂ മജാലിസൽ ഉലമാ, ഉലമാക്കന്മാരുടെ മജ്ലിസ് നിങ്ങൾ പിരിയരുത്. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യഖ്ലുഖ ലാ വജ്ഹിൽ അർളി തുർബതൻ അഅസ്സ അലൈഹി മിൻ മജാലിസിൽ ദിക്ർ. ദിക്റിന്റെ മജ്ലിസിനേക്കാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു മണ്ണും ഒരു പ്രദേശം ഭൂമിന്റെ മേലെ അല്ലാഹു തആല പടച്ചിട്ടില്ല. അപ്പൊ ദിക്റുള്ള ഉദ്ദേശിച്ച ഇൽമാ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിജായിൽ പറഞ്ഞ ഹദീസാണിത്. وقال كعب الأحبار رضي الله عنه, ആരാ കഅബ് അൽ-അഹ്ബാർ? മുജാഹിദീങ്ങൾക്ക് കണ്ണിൽ കരട്, ഒരാളെ കള്ളാരീത്തെല്ലാം പറഞ്ഞെടുക്കരുത് അല്ലേ? കുറച്ചാളുണ്ട് അബൂഹുറൈറകളെയും പറ്റില്ല, അന്നേരം ഛർദി വർത്താണ്, വരും നോക്കും ഛർദി. കഅബ് അൽ-അഹ്ബാർ ആരാ? അൽ അല്ലാമത്തുൽ ഹബ്റു കഅബ് ബിൻ മാലിക് അൽ-ഹിംരി അൽ-ജമാനി റളിയല്ലാഹു അൻഹു വഫാത്തപ്പോൾ 32 വഫാത്താണ്. കാന യഹൂദിയൻ, ആദ്യം യഹൂദിയാണ്. അസ്ലമ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം അവർ മുസ്ലിമായി. ഖദിമൽ മദീനയിലേക്ക് വന്ന് ദമന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫജാലസ സ്വഹാബത വഅഖദ അൻഹും ഉസ്സുനൻ, സഹാബത്തിന്റെ കൂടെ ഇരുന്ന് സഹാബത്തിന്റെ ബക്കൽ നിന്ന് ഹദീസുകൾ പഠിച്ചു. വകാന യുഹദ്ദിസു മിനൽ കുതുബിൽ ഇസ്രാഈലിയ്യ, പൂർവ്വകാലത്തെ കിതാബുകളെ കുറിച്ച് പഠിപ്പിക്കും. വകാന ഹസനൽ ഇസ്ലാമി മിൻ നുബലാഇൽ ഉലമാ, ഉലമാക്കന്മാരിൽപ്പെട്ട വലിയ നബീലാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന അല്ലാതെ മുനാഫിക്കോ കള്ളനും ചാരണനൊന്നും അല്ല, അതാധികം പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഒരു കാര്യം പറ്റൂല. അടുത്ത് ലൗ അന്ന സബാബ മജ്ലിസിൽ ഇൽമി, ഇൽമിന്റെ മജ്ലിസിന്റെ സവാബെങ്ങാനും ബദാലിന്നാസി ജനങ്ങൾക്ക് വെളിപ്പെട്ടു പോയെങ്കിൽ ലഖത്തലു അലൈഹി, അത് കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്ത് കളിയുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറിന് അടിമുടിയാക്കും പോലെ. ഹത്താ യതുർക കുല്ലു ഇമാറത്തിൻ ഇമാറത്തഹു, ഭരണത്തിന്റെ അമീറമായ ആൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് എന്താക്കി കൊടുത്തേക്ക് വീഴും, എല്ലാം രാജിവെച്ച് കളിയും. വക്കുല്ലുബി സൂഖിൻ സൂഖഹു, അങ്ങാടിയിൽ ബിസിനസ്സും കച്ചവടമുള്ള ആളെന്താക്കും അതും ഒഴിവാക്കിയിട്ട് വരും. وقال عطاء رحمه الله مجلس علم يكفر 70 مجلسا من مجالس اللهو, ഇൽമിന്റെ മജ്ലിസ് 70 മജ്ലിസിന്റെ ദോഷങ്ങൾ കൊടുക്കും, അനാവശ്യങ്ങളുടെ മജ്ലിസിന്റെ. وقال سيدنا الإمام محمد بن حسن العطاس رضي الله عنه مجلس الدعوة إلى الله وذكر الصالحين, അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സാലിഹീങ്ങളുടെ മദ്ഹുകൾ പറയുകയും ചെയ്യുന്ന സ്ഥലം സാബൂനുൽ ഖുലൂബി, കൽബുകൾക്കുള്ള സാബൂനാണ്. സാബൂൻ അറിയാലോ, സോപ്പ്. വമാഉൽ ഖുലൂബി, കൽബുകൾക്കുള്ള വെള്ളവുമാണ്. അവൻ വെള്ളം കിട്ടി
വെള്ളവും സോപ്പും കൂടെ കിട്ടിയാൽ പിന്നെ വൃത്തിയാക്കിയല്ല. അമ്മൽ ഖുലൂബുൽ കസീഫത്തുല്ലതി ഫിഹാ ശൈഉൻ, ഒരു കൽബ് കസീഫായി കട്ടികൂടിയതായി, അതിലെല്ലാം എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഫലഹാ സാബൂൻ, അതിനാ സാബൂൻ ഉപയോഗിക്കുന്നു. വഅമ്മൽ ഖുലൂബുൽ ഹയ്യത്തു, ഇനി ഹയാത്തുള്ള കൽബുകളാണ് ഫലഹാമാവുൻ, അതിന് വെള്ളവും മതി, കച്ചറ കളയാനില്ല. യുസ്ഖിഹാ വയസീദുഹാ ഹയാതൻ, അതിന് ഹയാത്ത് വർദ്ധിപ്പിക്കുന്നു. وقال رضي الله عنه ما يعقد مجلس علم أو ذكر لله, ഇൽമിന്റെ മജ്ലിസോ അല്ലെങ്കിൽ ദിക്റിന്റെ മജ്ലിസോ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്നില്ല. ഇല്ലാ വഅൻഷാ അല്ലാഹു മിൻ ദാലിക്കൽ മജ്ലിസി, ആ മജ്ലിസിൽ നിന്ന് അല്ലാഹു തആല വളർത്തിയിട്ടല്ലാതെ സഹാബത്തൻ ബൈളാ, ഒരു വെളുത്ത മേഘം അപ്പൊ നമ്മളെ മജ്ലിസിൽ ഉണ്ടാവാം. അതിനെ, ആ മേഘത്തിന് അല്ലാഹു തആല തെളിക്കുന്നില്ല ഖൗമിൻ, ഒരു ഖൗമിലേക്ക്, ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു ഖൈറും ചെയ്തിട്ടില്ലാത്ത ഖൗമിലേക്ക് കേട്ടോ. വയുംതിറുഹാ അലൈഹിം, അതെന്താകും, മഴയായിട്ട് പെയ്യും ആ മേഘം. ഫയസിറു കുല്ലുഹും മിനസ് സുഅദാ, ആ മഴ ഏറ്റ ആളുകളെല്ലാം സുഅദാക്കളായി മാറും. ഈ മേഘം അങ്ങനെ പോയിട്ട് അതാണ് അഹ്മദ് ബിൻ ഹസൻ അല്ലേ ഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഖാല റളിയല്ലാഹു അൻഹു ഇദാ നസബ റബ്ബുക മൗകിബൻ ഇലാഹിയൻ, ഇലാഹിയായ ഇലാഹിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന ഒരു സംഘത്തിനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടാൽ ലാ തഖുൽ, നീ പറയരുത് ലാഹു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല. ഇലാഹിയായ ഒരു മൗകിബുണ്ട്, ഒരു സംഘമുണ്ട്, അവിടെ ഞാൻ വരൂല എന്ന് നീ പറഞ്ഞിട്ടല്ലേ. ഫഇന്നഹു മാ യുൻസബു ലക മൗകിബൻ വഹദക, നിനക്ക് മാത്രമല്ല ആ മൗകിബ് ഉണ്ടാക്കപ്പെടുന്നത്. ഉദ്ഖുൽ ഫീ ബറകാത്തിസ് സാലിഹീൻ, സാലിഹീങ്ങളുടെ ബറകാത്ത് നീ കയറണം. ലൗ ഖഅത്ത ഇൻദഹും, നീ അക്കൂട്ടത്തിൽ ഇരുന്നാൽ വഅൻത ഗാഫിൽ, ഗാഫിലായിട്ടിരുന്നോ. പക്ഷെ വലാകിൻ ലക നിയ്യത്തുൻ സാലിഹത്തുൻ, സാലിഹ നിയ്യത്ത് വളർന്നു. ആയതൗക മാ മിമ്മാ മഅഹും, അവർക്കുള്ള ഓഹരിയിൽ നിന്ന് നിനക്കും ലഭിക്കും. ഗാഫിലായിട്ടാണ് ഇരുന്നത് വെറുതെ. കാരണം ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും എന്നാണ്, അവരുടെ കൂടെ ഇരുന്നവർക്ക് പോലും ഇതില്ല, ശഖാവത്തില്ല. എനിക്ക് ഒരു വിഷയമുള്ളൂ, അതോടെ കടത്തിയില്ലോ. മടിക്കാൻ പാടില്ല. മടി എന്ന് പറഞ്ഞ സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനൊക്കെ റെഡിയാണ്. അതെ, നീയത്ത് അടുത്തേക്കുള്ള ആ പോക്കന്നെ നീയത്ത്, ആ അമ്മ നീയത്തുകൊണ്ട് മതിയാക്കി. ഖാസായ നീയത്തുണ്ട്, ആമായ നീയത്തുണ്ടല്ലോ. ചിലത് ആമായ നീയത്തുണ്ടോ, അത് ഇഖ്ലാസിന്റെ ബാബിൽ വരും. കാരണം പള്ളിക്ക് ചെയ്യുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകുന്നു, ഞാൻ ഇതാ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നീയത്തേക്ക് ഒന്ന് പള്ളിയിലേക്ക് ഒന്ന് വല്ല ആമായ നീയത്താടുണ്ട്. അതെ കിട്ടും. തംബീഹുൻ قال سيد الإمام عبد الله بن علوي الحداد رضي الله عنه ونفعنا به وحشرنا في زمرته ربما اجتنب بعض الجهال, ജാഹിലിയങ്ങളിൽപ്പെട്ട ചിലരെന്താക്കും, മാറി നിൽക്കും. ആരെ? അഹ്ലുൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരെ മാറി നിൽക്കും. കാരണം പഠിച്ചു നയിച്ച് പഠിച്ചാൽ എന്താക്കും, ചെയ്യേണ്ടി വരും. മറ്റെന്താക്കാം, നമുക്ക് ധൈര്യമായിട്ട് മനസ്സാക്ഷി കുത്തില്ലാതെ കണ്ടെന്താക്കാം, ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. അപ്പൊ ഏതുപോലെ കണ്ണും ചുമ്മിട്ട് ഇങ്ങനെ കിടക്കുക, വയലെല്ലാം അടിച്ചിട്ട്, നേരം വെളുത്തിട്ടില്ല. ഉച്ച കഴിഞ്ഞാൽ ഇയാൾക്ക് നേരം വെളുക്കൂല. കണ്ണു നോക്കി ഇരുട്ടല്ലേ കാണുന്നു. അപ്പോഴത്തിലേക്ക് അപ്പൊ മജാലിസൽ ഉലമായിനെയും അവർ ഒഴിവാക്കും. ഇവൻ അമൽ ചെയ്യാൻ അനിവാര്യമായ എന്തെങ്കിലും പഠിച്ചക്കൂന്ന് പിടിച്ചിട്ട് മനസ്സിലായിനാ എളുന്നു. അവൻ വിചാരിക്കാൻ അന്നതാക്കാൻ എതിരുള്ളൂ, എനിക്ക് എതിർ കിട്ടിപ്പോയി. ജാഹിലാണ് ഇവൻ ജാഹില്. ജഹലിന് പുറമെ ഇൽമിനെ വർദ്ധിച്ചു എന്നുള്ള കുറ്റം രണ്ടാമത് ഡബിൾ കുറ്റല്ലോ ഇരുന്നു. അത് ബഹുദൂരമായ വിചാരങ്ങൾ ചെയ്ത് നടക്കുന്ന കാര്യമല്ല. അള്ളാന്റെ വക്കന്നുള്ള വിചാരണയും കഠിനമായ തസ്ദീദും അവനിക്ക് വർദ്ധിപ്പിക്കുകയാണ്. കാരണം തെറ്റത്തിലുണ്ട്. അള്ളാഹുവിന്റെ ഹക്കാം ഒഴിവാക്കിയിട്ടുണ്ട്, ഇൽമും ഇല്ല അമലും ഇല്ല. വഹുവ അശദ്ദു, അപ്പൊ കടുപ്പം കൂടിയില്ലേ. വഗായത്തുള്ളൊരി ഉദരായിരിക്കാന്ന് ചില വിഷയത്തിലാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, അയാൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ടില്ല, അയാൾക്ക് എതിരുണ്ട്. അവസരം കിട്ടുന്തോറും എതിർ മാനേജ് ചെയ്തിട്ട് എതിര് പോയി.
അല്ലെങ്കിലോ ആ നാട്ടിൽ നിന്ന് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാവുന്ന യാത്രാ സൗകര്യമുള്ള സ്ഥലത്ത് അബുദോ ഹുറോ സ്ത്രീയോ പുരുഷനോ കുട്ടിയോ ആരെങ്കിലും ആ ഒരു വിഷയം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പോക്ക് വുജൂബാണ്. പോയിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. മഹറൂറായ ജാഹിലല്ല, മഹറൂറായ ജാഹിലല്ല. അങ്ങനത്തെ ഒരു അറിയുന്നുണ്ടാ? ഏറ്റവും ചുരുങ്ങിയ നാട്ടിൽ എന്തെങ്കിലും ഒരു മുതലെടുക്കില്ലല്ലോ. അയാൾ വലിയ എല്ലാം വേണ്ട, ഇയാൾക്ക് തിരിയാത്ത മസല അറിഞ്ഞാൽ മതി. അതാ ഒരു ബാദിയ, ആരുമില്ലാത്തൊരു ബാദിയത്തിൽ ആൾ ജനിച്ചു വളർന്ന് ഇസ്ലാമിൻ്റെ അഹ്ലുകാരത്തൊട്ട് വളരെ ദൂരത്തുമാണ്. അവർക്ക് എന്താക്കണം? ചിലപ്പോൾ എതിർ കൊടുക്കണം. വമൻ ഹുവ മുസ്ലിമുൻ, ഇനി പറയപ്പെട്ടെ ഒരാൾ മുസ്ലിമായി, മുസ്ലിമൂൻ, അവൻ്റെ പിതാക്കന്മാർ മുഴുവനും മുസ്ലിമികളാണ്. നാട്ടിലില്ല മൊലാക്കന്മാർ അറബിക് കോളേജിൽ നിന്ന് ഒറ്റ ഗ്രാമത്തിലും ഒരു ആട്ടാല പോലത്തെ അറബിക് കോളേജ് ഇല്ലാത്ത ഒരു നാടെവിടെയെങ്കിലും ഉണ്ടോ നോക്കിയട്ടെ. അടിയങ്ങ് പൊട്ടിയപ്പോൾ അറബിക് കോളേജ് മുളച്ചു വരലുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ അറബിക് കോളേജ് മുളച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഡിഗ്രി എന്ത് കൊടുക്കണമെന്നാണ് ഇനിയിപ്പം ബസ്സിൻ്റെ വണ്ടി എടുക്കുന്ന പോലെ 13 ഇത്ര വണ്ടി പറഞ്ഞു ഒരു ജില്ലുണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് പൈസ, അതിൽ നിന്ന് ദാരിമി. ഞാനും നബിയിലും കൂടെ ആയുധത്തോണ്ട് ഗിരി വരുതി ഇപ്പം ഒന്നും കിട്ടിയിട്ട് അവസാനം പോട്ട് മബി നിട്ടക്കാന്ന് ആരും കൊടുക്കൂലല്ല, ആർക്കും തിരിയും ചെയ്യില്ല. അതേതാ കോളേജിൽ നിന്ന് ഇപ്പം വരുന്നില്ല. അന്നാലഹുല്ലൂർ, ഇവിടെ നിവനിക്കാവ് എവിടെ നിന്നാണ് ഉതിര് കിട്ടിയത് നോക്ക്. ഇതോടെ പറഞ്ഞ മീൻ തസ്ബീത്തുൽ ഫുആദ്. തസ്ബീത്തുൽ ഫുആദ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ കൊല്ലത്തെ ഒന്നിച്ചേർന്ന ശിഷ്യനുണ്ട്. മൂപ്പർ എന്ത് വാക്ക് പറഞ്ഞാൽ എല്ലാം എഴുതി വെക്കും. എല്ലാം മൂപ്പർ സ്വന്തം കിതാബല്ല, ഈ ശിഷ്യൻ എഴുതും. എഴുതിയിട്ട് എന്താക്കും, നിലവിലെ ബാബും ബസ്സിലാക്കിയിട്ട് മറിച്ചിട്ടിട്ട് മൂപ്പർ, അതായത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ വായ്മൊഴികൾ ഡിക്കാണ്ടാക്കപ്പെട്ട വരമൊഴി, അതാ തസ്ബീത്തുൽ ഫുആദ്. ഇപ്പം വാങ്ങാൻ കിട്ടും. قال الحبيب الإمام عبد الله بن حسن طاهر رضي الله عنه برني دا ഒരു പാട്ടാണ്. يا تاركا للمدارس ليس هذا حسن مجالس العلم ما تترك وفيها المنن مجالس الخير فيها كل فضل ومن مجالس الخير تدفع للفتن والمحن مجالس العلم تحوي الخير في كل فن طوبى لعبد جعلها ماله واستكن مجالس العلم تذهب بالقدر والدرن بها يصلح الظاهر وما قد بطن بل حق صدقا يقينا ليس حدثا وظن كم جاءت آيات معروفة لأهل الفطن وكم أحاديث مروية لجد الحسن شيء في البخاري وفي مسلم وشيء في السنن حضور مجلس علم خير من 1000 أن تعودهم أو تشيئهم وأن تركعن. അത് അറബികൾക്ക് അറിയില്ലേ. കൊണ്ട് യാ താരിഖിൽ മദാരിസ്, മദ്രസകളെ ഒഴിവാക്കുന്നവനെ. ഇന്നത്തെ വർഷം പോലെയല്ല, എല്ലാം പഠിപ്പിക്കപ്പെടുന്ന സ്ഥലം. ലൈസ ഹാദാ ഹസൻ, ഒഴിവാക്കൽ പറ്റിയ കാര്യമല്ല, നല്ല കാര്യമല്ല മോനെ. അതുകൊണ്ട് മജാലിസുൽ ഇൽമി, ഇൽമിൻ്റെ മജ്ലിസുകൾ മാ തുത്റകു, ഒഴിവാക്കപ്പെടേണ്ടതല്ല. വഫീഹൽ മിനൻ, ഇത്തരത്തിൽ അതിൽ അല്ലാഹു തആല ഒരുപാട് മിന്നത്തുകളെ വെച്ചിട്ടുണ്ട്. ഇനി മജാലിസുൽ ഖൈരി, ഖൈറിൻ്റെ മജ്ലിസുകൾ, ഫീഹാ കുല്ലു ഫദ്ലിൻ വമൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാ ഫദ്ലും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മജാലിസുൽ ഖൈരി, ഖൈറിൻ്റെ മജ്ലിസുകൾ, തദ്ഫഉ ലിൽ ഫിതനി വൽ മിഹൻ, അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളെയും ഫിത്നകളെയും അത് തടുക്കുന്ന കാര്യങ്ങളാണ്. മജാലിസുൽ മന്ന് അല്ലാഹുവിൻ്റെ ബിഫദ്ലില്ലാഹി വമന്നിഹി എന്ന് പറയുന്നില്ലേ, അതിൽ നിന്നുള്ള മന്നാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. മിനാൻ ജമ്മ്, മിന്നത്തിൻ്റെ ജമ്മ് മിനമിൻ. മജാലിസുൽ ഇൽമി തഹവിൽ ഖൈറ ഫീ കുല്ലി ഫൻ,
ഖൈറിന്റെ എല്ലാ ഫന്നുകളെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് മജാലിസുൽ ഇൽമ്. തൂബാ ലിഅബ്ദിൻ, ഒരബ്ദിന് മംഗളം ആശംസിക്കുന്നു. ജഅലഹ മാലുഹു വസ്സകൻ, അവന്റെ മുതലും അവന്റെ താമസവും എല്ലാം ആ മജ്ലിസാക്കി മാറ്റിയിരിക്കുന്നു, അവന്റെ എല്ലാം. ഇനി മജാലിസുൽ ഇൽമി തദ്ഹബു ബിൽ ഖദരി വദ്ദറൻ, എല്ലാ കറകളെയും കച്ചറകളെയും ദൂരീകരിക്കുന്നതാണ് ഇൽമിന്റെ മജ്ലിസ്. ബിഹാ അതുകൊണ്ട് തന്നെ തൗകീദ് യസ്ലഹുൽ ളാഹിറു വമാ ഖദ് ബതൻ, ളാഹിറും നന്നാകും ബാതിനും നന്നാകും. ദൽ ഹഖു, ഞാൻ ഈ പറഞ്ഞത് ഹക്കാണ്, സിദ്ഖൻ യഖീനൻ, ലൈസ ഹദസൻ വലൻ, ഏതാണ്ടും ഊഹം പറയുക തന്നെ പറയുക എന്നതല്ല, ഉറപ്പാണ്. അതുകൊണ്ട് കം ജാഅത് ആയാത്തും മഅറൂഫത്തുൽ ലിഅഹ്ലിൽ ഫിത്തൻ, ബുദ്ധിജീവികൾക്ക് അറിയപ്പെട്ട എത്ര ആയാത്തുകൾ അതിന്റെ വിഷയത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. വകം അഹാദീസ മർവിയ, റിവായത്ത് ചെയ്യപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. ആരിക്കല് ജദ്ദിൽ ഹസൻ, ഹസൻ ആരാണ്? ഫാത്തിമ ബീവിന്റെ ഹസൻ, അവരുടെ ജദ്ദാരി ജദ്ദൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഷൈഉൻ ഫിൽ ബുഖാരി, കുറേ കാര്യം ബുഖാരിയിലുണ്ട്. വഫി മുസ്ലിം ഷൈഉൻ, മുസ്ലിമിലുണ്ട്. ഫി സുന്ന, മറ്റ് ഹദീസിന്റെ കിതാബിലുമുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഖാസ് പറഞ്ഞു, മൊത്തത്തിൽ ആമും പറഞ്ഞു. പിന്നെ ഹുദൂർ മജ്ലിസ് ഇൽമിൻ, ഇൽമിന്റെ മജ്ലിസിൽ ഹാജറാബൽ ഖൈറും മിൻ അൽഫി, ആയിരത്തിനാക്കാണ് ഖൈർ. എന്തിൻ്റെ? തഊദഹും, രോഗസന്ദർശനം. ഔ തുസയ്യിഅഹും, അതുപോലെ ജനാസ യാത്രയാക്കല്. വാൻ തർക്കഅൻ, റുകൂഅ് ചെയ്യുന്നത്, നിസ്കരിക്കുക, ഇതിനാക്കാണ് ഖൈറാണ്. ഫായിദത്തുൻ ഖാല അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമർക്കന്ത്യം, മൻ ജലസ ഇൻദ ആലിമിൻ, ഒരാലിമിൻ്റെ അടുക്കൽ ഒരാളിരുന്ന്, വലം യഖ്ദിർ അലാ ഹിഫ്ളി ശൈഇൻ മിനൽ ഇൽമി, ഇൽമിൽ നിന്ന് പാഠമാക്കാൻ മനപ്പാഠമാക്കാൻ ഒന്നും കഴിയുന്നില്ല. എന്താണ്? എന്നാൽ നാല സബഅ കറാമാത്തിൻ, 7 കറാമത്ത് കിട്ടി. 10 ഇട്ടാല് ഒന്നെന്താന്ന് തിരിയല്, മറ്റൊന്ന് അതുകൊണ്ട് അമൽ ചെയ്യല്, മറ്റൊന്ന് മറ്റൊക്കെ പഠിപ്പിച്ചെടുക്കല്. ആ 3 കൂടെ നടക്കൂല, ബാക്കി 7 എണ്ണം. ഒന്ന് ഫദ്ലുൽ മുത്തഅല്ലിമീൻ, മുത്തഅല്ലിം എന്ന ഫദ്ല് കിട്ടി. അയാൾ പഠിക്കുന്ന ആള്, താലിമാകാൻ പ്രായമൊന്നുമില്ല. അല്ല, നമ്മളെ മനസ്സിലുള്ള ഔഹാമ കളയണം. ഒരു പേര് പറയുമ്പോൾ അതിന് നമ്മൾ കുറേ ഔഹാമ് വരും, നമ്മളെ മനസ്സിൽ സ്വയം സങ്കല്പിച്ച ഔഹാമ്, കേട്ട കേൾവിന് ഔഹാമ്. ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഗെയിമിലൊരു ബഡ്ഡി വേണം, ഇത്ര വലിയ താടി വേണം, ഒരു പച്ച ഷാല് വേണം എന്നൊക്കെ കരുതി നമ്മൾ മനസ്സിൽ വിഭാവന ചെയ്യുന്നുണ്ടാകും. ഒരു സൂറത്ത് കൊടുക്കും. ഒരു ഷെയ്ഖിനെ വരച്ചാട്ടെ എന്ന് പറഞ്ഞ കലാകാരനെ പെന്നും മനസ്സിലും കൊടുത്താൽ വരച്ചിടും. ഷെയ്ഖല്ല. രണ്ടോ വഹബസഹു അനിദ്ദുനൂബ്, ദോഷങ്ങളെ തൊട്ടുള്ള അല്പസമയമെങ്കിലും തടഞ്ഞിടുന്നുണ്ടല്ലോ, അല്ലേ? 3 വനസൂല റഹ്മത്തി അലൈഹി, റഹ്മത്ത് ഇറങ്ങലുണ്ട്. അപ്പോൾ ഹാല ഖുറൂജിഹി മിൻ ബൈതിഹി, പുരയിൽ നിന്ന് പുറപ്പെടുന്ന നേരത്ത് തന്നെ 1 2 3. വഇദാ നസലത്തിർ റഹ്മത്തു അലാ അഹ്ലിൽ ഹൽഖത്തി, ആ ഹൽക്കയിലുള്ള ആളുകളെ മേലെ റഹ്മത്ത് ഇറങ്ങിയാൽ ഹസന ലഹു നസീബുഹു, അതിൻ്റെ ഓഹരി വന്നം കിട്ടും. കണ്ടാ? വയുക്തബു ലഹു ത്വാഅതൻ മാദഅമ മുസ്തമിഅൻ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന കാലത്തോളം ത്വാഅത്തിന്റെ കൂലിയും എഴുതപ്പെടും. വൈദാ ദാക ഖൽബുഹു, ഇവന്റെ കൽബ് കുടിസായി, ഇതിന് മനസ്സ് ലിയാദമിൽ ഫഹമയ്ക്ക് തിരിഞ്ഞില്ലല്ലോ എന്ന് മനസ്സ് ദുഃഖിച്ചാൽ സാറ ഗമ്മുഹു, അവന്റെ ആ ദുഃഖമായി വസീലത്തൻ ഇലാ ഹദ്റത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്താനുള്ള വസീലയായി മാറി. എന്തുകൊണ്ട്? ഖാല അല്ലാഹു തആല അന ഇൻദൽ മുൻകസറത്തി ഖുലൂബുഹും മിൻ നജ്ലി, എൻ്റെ കാര്യത്തിൽ ആരുടെങ്കിലും മനസ്സ് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് അല്ലാഹു തആല ഉണ്ട്. അതാ ഐ ജാബിറുഹും വനാസിറുഹും, അല്ലാഹ് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അല്ലാഹ് കോലം കെട്ടി വെച്ചല്ലോ. ഇത് മീൻ ബഗയത്തുൽ മുസ്തർശിദീൻ എന്ന കിതാബിലുണ്ട്, അത് ഫിഖിന്റെ കിതാബാണല്ലോ. നിങ്ങളെ വെക്കാൻ മടിയുണ്ട ഇപ്പം ഉണ്ടാപ്പം 7 ഒന്നെനിക്ക് ഇതുമ്പൊന്നും പണ്ട് റാസിയിൽ ഓതിയിട്ടത് ഇതേമാതിരി. ഫദ്ലുൽ വഹബസുനൂബ് നുസൂൽ റഹ്മത്ത്, പിന്നെ ഹസന നസീബുഹു, താഴത്തെഴുതി ബാക്ക കൽബുഹുൽ അസ്മിൽ ബസീർ. അപ്പോൾ എണ്ണുമ്പോൾ 6 കണ്ടുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ കുറുമ്പും കിട്ടുന്നുണ്ടാവും, അള്ളാഹുവിൻ്റെ മഅയ്യത്ത്. അല
എന്ത് വേണം? സാലിഹ്യങ്ങൾക്കിലേക്ക് വഹിച്ചിക്കൊടുന്നാണ് പറയുന്നത്. അത് ജീവിച്ച ആളായാലും മരിച്ച ആളായാലും കണക്ക് തന്നെയാണ്.